ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലോക്ക് എന്ന ചാപ്റ്ററായിട്ടാണ് വരുന്നത്. അതായത് മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ റീസണിങ് പാർട്ടിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് ക്ലോക്ക് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഇത് വളരെ സിമ്പിൾ ആണ്, എന്നാൽ ചില കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബേസ് മുതൽ വളരെ കൃത്യതയോടുകൂടി പഠിച്ചു പോകണം. പ്രത്യേകിച്ച് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കിയാൽ അതിനകത്ത് മിറർ ഇമേജും അതിനകത്ത് കോണളവും അതുമായി അനുബന്ധിച്ച് വരുന്ന മറ്റ് ചോദ്യങ്ങളും നൽകിയിട്ടുള്ളതിന് പുറമെ ചില നല്ല ചോദ്യങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ മുഴുവൻ പരിചയപ്പെട്ടിട്ടാണ് നമ്മൾ ഇവിടേക്ക് പോവുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കാം. സമയം 5:10. ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം എന്ത്? കണ്ണാടിയിലെ പ്രതിബിംബം ഇംഗ്ലീഷിൽ നമ്മൾ ഇതിന് പറയുന്നത് മിറർ ഇമേജ് എന്നാണ്. അപ്പൊ ക്ലിയർ ആണ്, നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ടൈപ്പ് കണ്ണാടിയിലെ പ്രതിബിംബം കാണാനാണ്, മിറർ ഇമേജ് കാണാനാണ്. ഒരു ദിവസം 24 മണിക്കൂറാണെന്ന് നമുക്കറിയാം, ശരിയല്ലേ? ഒരു ദിവസം 24 മണിക്കൂർ. അപ്പം മിറർ ഇമേജ് കാണാൻ തരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അടിസ്ഥാന റൂൾ ഇതാണ്: ഏത് ടൈം തന്നാലും 24-ൽ നിന്ന് കുറച്ചാൽ മതി. ഏത് ടൈം തന്നാലും 24-ൽ നിന്ന് കുറച്ചാൽ മതി, ഉറപ്പല്ലേ? പക്ഷെ അതിൽ ചില ഉത്തരങ്ങൾ റെയിൽവേ ടൈമിൽ കിട്ടും. ഇപ്പൊ 17:10 എന്നൊക്കെ പറഞ്ഞ് ഉത്തരം കിട്ടാം. അപ്പോ നമുക്ക് വീണ്ടും അത് കൺവെർട്ട് ചെയ്തെടുക്കണം. അതിന് പകരം നമ്മൾ ഈ 24-ൽ നിന്ന് കുറയ്ക്കുന്നത് 12 വരെ നമ്മുടെ ക്ലോക്കിലുള്ളൂ. അതുകൊണ്ട് റൂൾ എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയോ? നമ്മൾ 2 സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ റൂൾ നോക്കാം. തന്നിരിക്കുന്ന സമയം, നമുക്കൊരു സമയം തന്നിട്ടല്ലേ മിറർ ഇമേജ് ചോദിക്കുക. അപ്പൊ നോക്കിയേ, തന്നിരിക്കുന്ന സമയം 11-നേക്കാൾ ചെറുതാണെങ്കിൽ, 11-നേക്കാൾ ചെറുതാണെങ്കിൽ, 11-നേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ 11 എന്ന സംഖ്യ എടുക്കണം. നമ്മുടെ ക്ലോക്കിൽ 1, 2, 3, 4 മുതൽ 12 വരെയുള്ള 12 നമ്പറാണ് ഉള്ളത്. അപ്പൊ 11 എന്ന നമ്പറിനേക്കാൾ ചെറുതാവണമെങ്കിൽ ഏത് വരെ വരണം? 1 മുതൽ 10 വരെ തുടങ്ങുന്ന സമയം വരണം. 1 മുതൽ 10 വരെ തുടങ്ങുന്ന സമയം വരുമ്പോഴും നമുക്കതിനെ 11-നേക്കാൾ ചെറുതെന്ന് പറയാം. 11-നേക്കാൾ ചെറുതാന്ന് പറഞ്ഞാൽ 11:60-ൽ നിന്ന് കുറയ്ക്കണം. എത്രയെന്ന് കുറയ്ക്കണം? 11:60. എന്താ ഈ 11:60? 12ആണത്. 12-ൽ നിന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും അത് മൈനസ് ചെയ്യുമ്പോൾ തെറ്റിക്കും. കാരണം 12.008 തെറ്റിപ്പോയില്ലേ? ഇവിടെ 11 മണിക്കൂറും 60 മിനിറ്റും, 11 മണിക്കൂർ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് 12-ന് തുല്യം തന്നെയാണ്, ശരിയല്ലേ? അപ്പൊ 11:60 എന്ന് പറയുന്നത് 12. തന്നിരിക്കുന്ന സമയം 11-നേക്കാൾ ചെറുതാണെങ്കിൽ 11:60. അപ്പൊ ഇനി എന്താ വരും? 11-നേക്കാൾ വലുത്. 11-നേക്കാൾ വലുത് എന്ന് പറയുന്നത് ഒന്നുകിൽ 11-ൽ തുടങ്ങണം, അല്ലെങ്കിൽ 12-ൽ തുടങ്ങണം, ശരിയല്ലേ? ആകെ 12 വരെയല്ലേ ഉള്ളൂ. അപ്പൊ 11-നേക്കാൾ ചെറുതെങ്കിലോ അത് 1 മുതൽ 10 വരെയുള്ള നമ്പർ. 11-നേക്കാൾ വലുതാണെങ്കിലോ അത് 11-ലോ 12-ലോ തുടങ്ങുന്ന സംഖ്യ. എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 24. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 23:60. 23:60 എന്ന് പറഞ്ഞാൽ 24. ഇതാണ് മിറർ ഇമേജ് കാണേണ്ട റൂള്. തന്നിരിക്കുന്ന സമയം 11-നേക്കാൾ ചെറുതാണെങ്കിൽ 11:60-ൽ നിന്ന് കുറയ്ക്കണം. 11:60 എന്ന് പറഞ്ഞാൽ 12ആണ്. തന്നിരിക്കുന്ന സമയം 11-നേക്കാൾ വലുതാണെങ്കിൽ 23:60 അല്ലെങ്കിൽ 24-ൽ നിന്ന് കുറയ്ക്കണം. മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിൾ ആണ്. ഇതാണ് റൂൾ, ഇതാണ്. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ എഴുതുമ്പോൾ നമുക്കിത് കുറയ്ക്കുന്നതിന് പകരം പ്ലസ് ഒക്കെ ചെയ്ത് വേഗത്തിൽ ചെയ്യാൻ പറ്റും, ഉറപ്പല്ലേ? അപ്പൊ തന്നിരിക്കുന്ന സമയം 11-നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ 11:60. മിനിറ്റ് ഉള്ളപ്പോഴാ 11:60 എടുക്കുക. മിനിറ്റ് ഇല്ലാതെ 5 എന്ന് തന്നാൽ നമ്മൾ മിനിറ്റ് എടുക്കാൻ നിൽക്കരുത്. 12. 11:60 എന്ന് പറഞ്ഞാൽ 12 എന്ന് നമുക്കറിയണം. എന്നാൽ 11-നേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും? 11-ലോ 12-ലോ തുടങ്ങുന്ന സംഖ്യകൾ മാത്രം. അവയാണെങ്കിൽ നമ്മൾ 23:60 അല്ലെങ്കിൽ 24-ൽ നിന്ന് വേണം കുറയ്ക്കാൻ. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഇനി നമ്മുടെ ചോദ്യം നോക്കൂ. സമയം 5:10. 5 എന്ന നമ്പർ 11-നേക്കാൾ ചെറുതാണ്. അപ്പോൾ നമ്മൾ ഏതിൽ നിന്ന് കുറയ്ക്കണം? 11:60-ൽ നിന്ന് കുറയ്ക്കണം, ശരിയല്ലേ? 11:60-ൽ നിന്ന് 5:10 കുറച്ച് 60-ൽ നിന്ന് 10 കുറച്ച 50, 11-ൽ നിന്ന് 5 കുറച്ച 6. അപ്പം നമ്മുടെ ഉത്തരം എന്ത് കിട്ടും? 6:50. സമയം 5:10. സമയം 5:10-ന്റെ കണ്ണാടിയിലെ പ്രതിബിംബം അല്ലെങ്കിൽ മിറർ ഇമേജ് ഉത്തരം 6:50.
ഇത് നമ്മൾ എഴുതി മൈനസ് ചെയ്യണം. അപ്പോൾ റൂള് പഠിച്ചു കഴിഞ്ഞാൽ, കുറയ്ക്കണമെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇനി എഴുതാതെ ചെയ്യുക എന്നതാണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ നോക്കിയേ, സമയം 5:10 തന്നിരിക്കുന്നു. ഈ 5:10 ഉടൻ തന്നെ മനസ്സിലേക്ക് നമുക്ക് വന്നു 11:60 എന്നാണ് കുറയ്ക്കേണ്ടത്. 11:60 എന്ന് കുറച്ചാൽ എനിക്ക് ഉത്തരം കിട്ടും. അപ്പം നിങ്ങൾ ഒരിക്കലും കുറയ്ക്കാൻ നിൽക്കരുത്. പകരം എന്താ ഇങ്ങോട്ട് നോക്കിയേ, 5:10 11:60 എന്ന് കുറയ്ക്കണം. രണ്ടിനെയും രണ്ടായിട്ട് എടുക്കണം. 5ന്റെ സ്ഥാനത്ത് 11 വരണം, 10ന്റെ സ്ഥാനത്ത് 60 വരണം. അപ്പോഴല്ലേ 11:60 ആവൂ. 11 മണിക്കൂർ 60 മിനിറ്റ്. അപ്പൊ 5 11 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എത്ര കൂട്ടണമെന്ന് നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റും. 5നോട് എത്ര കൂട്ടിയാൽ എനിക്ക് 11 കിട്ടും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 5 + 6 അല്ലേ 11? അപ്പൊ ദാ ഉത്തരം എഴുതാതെ 6 വന്നു. അടുത്ത് 10 മിനിറ്റ്, മാക്സിമം 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? അപ്പൊ മക്കളെ 10നോട് എത്ര കൂട്ടിയാൽ 60 കിട്ടുക? 50. സോ ഉത്തരം നോക്കിയേ, 6:50. അപ്പൊ എനിക്ക് എഴുതേണ്ടി വന്നില്ല. റൂള് മസ്റ്റ്, റൂള് പഠിച്ചേ പറ്റൂ. റൂള് നമുക്ക് അറിയുകയും ചെയ്യാം. അത്രമാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. മോർ ദാൻ 100 എന്ന് പറഞ്ഞാൽ തെറ്റില്ല, വിവിധ പരീക്ഷകൾക്കായി. അപ്പൊ നോക്കിയേ, മിറർ ഇമേജ്, കണ്ണാടിയിലെ പ്രതിബിംബം. തന്നിരിക്കുന്ന സമയം 11നേക്കാൾ ചെറുതാണെങ്കിൽ 11:60 നിന്നും, വലുതാണെങ്കിൽ 23:60 നിന്നും കുറയ്ക്കുക. ഇത് റൂള്. ഈ റൂള് മനസ്സിലുള്ള ഒരു വ്യക്തി കുറയ്ക്കരുത്, പ്ലസ് ചെയ്തേ ചെയ്യാവൂ എന്നേ ഞാൻ പറയൂ. നമുക്കത് സാധിക്കുന്ന കാര്യമാണ്. നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. ഇതാ ഇവിടെ നോക്കി, ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതിയാണ്. സമയം 9:40. സമയം 9:40. കണ്ണാടിയിലെ പ്രതിബിംബം. 11:60 എന്നല്ലേ കുറയ്ക്കേണ്ടത്? അപ്പൊ 9 11 ആവാൻ എത്ര വേണം? 2. 40 60 ആവാൻ 20. ഉത്തരം എത്ര? 2:20. നോക്കിയേ, സമയം 1:10. സമയം 1:10 എന്ന്. 1 എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ? 11 എന്നല്ലേ കുറയ്ക്കേണ്ടത്? സോ 1നോട് എത്ര കൂട്ടിയാലാണ് 11 ആവുക? 10. 10 മിനിറ്റ് ആകുമ്പോഴോ? 10:50. അപ്പൊ ക്ലിയർ അല്ലേ? നോക്കിയേ, 8:30. കണ്ണാടിയിലെ പ്രതിബിംബം കാണണം. 8 11 ആവണമെങ്കിൽ വിരൽ കൂട്ടിയ കിട്ടും. 8 3 ആണ് 11. ശരിയല്ലേ? അപ്പൊ നോക്കിയേ, 3 30 മിനിറ്റ് 60 ആവാൻ 30. അപ്പൊ പഠിച്ചല്ലോ. മിറർ ഇമേജ് ഓക്കെ അല്ലേ? ദെൻ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം. എഴുതാതെ ചെയ്യാൻ പറ്റണം. അടുത്ത ചോദ്യം മുതൽ ക്വസ്റ്റ്യൻ കിട്ടിയോടൻ തന്നെ നിങ്ങൾ ഉടൻ തന്നെ മനസ്സിൽ 5 സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യണം. എന്നിട്ടേ ഉത്തരം ആയി കമ്പയർ ചെയ്ത് നോക്കാവൂ. അടുത്ത ചോദ്യം നോക്കാം. സമയം 4:30. ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം. എഴുതരുത്. 4:30. തന്നിരിക്കുന്ന സമയം 4:30. 11ലോ 12ലോ അല്ല തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ 11:60 എന്ന് കുറയ്ക്കണമെന്ന് ഉറപ്പിച്ചു. 4നോട് എത്ര കൂട്ടിയാൽ 11? വിരലെടുത്താൽ പോലും എല്ലാവർക്കും കിട്ടും. അഥവാ കുറയ്ക്കാനോ പ്ലസ് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക്. 4 11 ആവണമെങ്കിൽ എത്ര? 7. ശരിയല്ലേ? ഇനി 30 മിനിറ്റ് ഉണ്ട്. അത് 60 ആവണമെങ്കിൽ എത്ര വേണം? 30. സോ ഉത്തരം 7:30. എവിടെ ഓപ്ഷനിൽ ഉണ്ടെന്ന് നോക്കിയാൽ മാത്രം മതി. ഇനി എഴുതി ചെയ്യുന്ന ഒരാളാണെങ്കിലോ ഈ എഴുതാനുള്ള സമയം നഷ്ടപ്പെടും. അയാൾക്ക് ഉത്തരം ഒരിക്കലും തെറ്റില്ല. 11:60 മൈനസ് 4:30. 60 നിന്ന് 30 കുറച്ചാൽ 30. 11 നിന്ന് 4 കുറച്ചാൽ 7. ഈ സമയം, എഴുതുന്ന സമയം നമുക്ക് നഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ, ഞാൻ ആദ്യം പറഞ്ഞ രൂപത്തിൽ പഠിച്ചു പോകുന്നതാണ് കംഫർട്ട്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സമയം 7:40. ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം. 7:40. അപ്പോൾ എത്രയെന്നാ കുറയ്ക്കുക? 11:60. നമുക്ക് പ്ലസ് ചെയ്യാം. 7നോട് എത്ര കൂട്ടിയാൽ 11? 8 9 10 11 എത്ര? 4. 40 മിനിറ്റ് ഉണ്ട്. എത്ര മിനിറ്റ് ചേരുമ്പോഴാണ് നമുക്കതൊരു മണിക്കൂർ 60 ആവുക? 40 60 ആവുക എത്ര വേണം? 20. നമ്മുടെ ഉത്തരം 4:20. അപ്പൊ സമയം 7:40. കണ്ണാടിയിലെ പ്രതിബിംബം എന്ത് വരും? 4:20. ഓക്കെ, നോക്കൂ. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ. 8:20. വാട്ട് ഈസ് ദ മിറർ ഇമേജ്? മിറർ ഇമേജ് അല്ലെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബം കാണണം. തന്നിരിക്കുന്ന സമയം എത്രയാ? സമയം 8:20 അപ്പോൾ 11:60 എന്ന് കുറയ്ക്കണം. നമ്മൾ ഇനി പ്ലസ് ആ ചെയ്ത് പഠിക്കുക. 8 11 ആവാൻ 3 വേണം. 20 മിനിറ്റ് 60 ആവാൻ എത്ര വേണം? 40. ഉത്തരം 3:40. ഓപ്ഷൻ ബി. അപ്പൊ 11:60 നിന്ന് കുറയ്ക്കണമെന്ന റൂള് ഓക്കെയാണ്, എല്ലാവർക്കും ക്ലിയർ ആണ്. അത് എഴുതാതെ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കിയത്? ഇതിൽ നിന്ന് കൂട്ടുമ്പോൾ 11:60. അത് രണ്ടും രണ്ടായിട്ട് എടുക്കാവൂ. മണിക്കൂറിനോട് എത്ര കൂട്ടുമ്പോൾ 11, മിനിറ്റിനോട് എത്ര കൂട്ടുമ്പോൾ 60. എല്ലാവർക്കും സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇത് പ്രശ്നമില്ലല്ലോ. ശരി. ടൈപ്പ് 2. അതായത് ഇപ്പൊ നമ്മൾ 11 നിന്ന് 11:60 കുറയ്ക്കുന്ന ചോദ്യങ്ങളാണ് കണ്ടത്. ഓക്കെ, ഇനി നമുക്കത് കുറച്ചുകൂടെ. അപ്പൊ ടൈപ്പ് 2ലേക്ക് വരാം. ചോദ്യം. സമയം 12:10. ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം എന്ത്? സമയം 12:10. അപ്പോൾ 11നേക്കാൾ വലിയ നമ്പർ അല്ലേ തന്നത്?
11 വലിയ നമ്പറായി ചോദ്യത്തിൽ 11 തുടങ്ങുന്നതോ 12 തുടങ്ങുന്നതോ ആയ ചോദ്യം വരുമെന്ന് നമ്മൾ റൂളിന്റെ കൂടെ പറഞ്ഞു, ഓർക്കുന്നില്ലേ? അപ്പോൾ നമ്മുടെ മെത്തേഡ് എന്താ? 23 60 നിന്ന് കുറയ്ക്കണം. 23 60 മൈനസ് 12 10. 23 60 നിന്ന് 12 10 കുറയ്ക്കണം. 60 നിന്ന് 10 കുറയ്ക്കുമ്പോൾ നമുക്ക് 50 ലഭിക്കും. 23 നിന്ന് 12 കുറയ്ക്കുമ്പോൾ നമുക്ക് 11 ലഭിക്കും. അപ്പോൾ നമ്മുടെ ഉത്തരം 11:50. തന്നിരിക്കുന്ന സമയം 12:10. അതിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം 11:50 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ എളുപ്പ വഴി നോക്കാം. ഇവിടെ 11 വലുത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 11 തുടങ്ങുന്നതോ 12 തുടങ്ങുന്നതോ ആയ ചോദ്യമാണ്. എളുപ്പവഴി ഏറ്റവും സിമ്പിളാ. ചോദ്യം തന്നിരിക്കുന്നത് 12:10. കണ്ടോ? ചോദ്യം 12 തുടങ്ങിയാൽ ഉത്തരം 11 തുടങ്ങും. ആകെ 2 അല്ലേ ഉള്ളൂ. ചോദ്യം 12 തുടങ്ങിയാൽ ഉത്തരം 11 തുടങ്ങും. അപ്പൊ തിരിച്ച് ചോദ്യം 11 തുടങ്ങിയാൽ ഉത്തരം 12 തുടങ്ങണം. ആ പരിപാടി തീർന്നു. അവിടെ കുറയ്ക്കുക അല്ല കൂട്ടുക. ഇത് രണ്ടുമേ വരും എന്നുള്ളത് കൊണ്ട് ഓപ്പോസിറ്റാ. ചോദ്യം 12 തുടങ്ങിയാൽ ഉത്തരം 11 തുടങ്ങും. ചോദ്യം 11 തുടങ്ങിയാൽ ഉത്തരം 12. ഇവിടെ ചോദ്യം 12 തുടങ്ങിയത്, അപ്പൊ ഉത്തരം 11 തുടങ്ങണം. ഇവിടെ എത്ര മിനിറ്റ് ഉണ്ട്? 10 മിനിറ്റ്. 1 മണിക്കൂറാകാം 60 അല്ലേ? അപ്പൊ 10 60 ആവാൻ എത്ര കൂടെ വേണം? 50. ഉത്തരം 11:50. കണ്ട? അപ്പൊ നമുക്ക് എഴുതണ്ട. എന്താണ്? ചോദ്യം 11 തുടങ്ങിയാൽ ഉത്തരം 12 തുടങ്ങണം. ചോദ്യം 12 തുടങ്ങിയാലോ ഉത്തരം 11 തുടങ്ങണം. അപ്പൊ നമുക്ക് 1-2 ചോദ്യങ്ങളിലൂടെ നോക്കാം. സമയം 12:40 തന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഉത്തരം പറ. ചോദ്യം 12 തുടങ്ങി, ഉത്തരം 11 തുടങ്ങുന്നു. 40 മിനിറ്റ് 60 ആവാ 20. ഉത്തരം 11:20. ഇനി മറ്റൊരു ചോദ്യം നോക്കൂ. സമയം 11:30 ആണെന്ന് വിചാരിക്കുക. 11:30. ചോദ്യം 11 തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഉത്തരം എവിടെ തുടങ്ങണം? 12. 30 മിനിറ്റ് 60 ആവാ വീണ്ടും ഒരു 30 മിനിറ്റ്. ശരിയല്ലേ? അടുത്ത ചോദ്യം 12:15. അപ്പോൾ 12 തുടങ്ങി, ഉത്തരം 11. 15 മിനിറ്റ് ആരാവും? 45. അപ്പൊ പഠിച്ചല്ലോ. ഇതൂടെ ആവുമ്പോ മിറർ ഇമേജ് ഓക്കെ ആക്കണം. മിറർ ഇമേജ് റൂള് തീർന്നു. തന്നിരിക്കുന്ന സമയം 11 ചെറുതെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കാം. അത് വലുതാണെങ്കിൽ 23:60. വലുതെന്ന് പറഞ്ഞാൽ 11 12 വരുന്ന ചോദ്യം. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം. പലതരത്തിലുള്ള ആൾക്കാരാണ് മാത്സിനെ സമീപിക്കുന്നത്. നന്നായി അറിയാവുന്നവരുണ്ട്, ആവറേജ് തരത്തിൽ അറിയാവുന്നവരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എല്ലാവർക്കും ഒന്നുപോലെ മനസ്സിലാവണം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്തിലേക്ക് വരാം. ചോദ്യം 11:20 കണ്ണാടിയിലെ പ്രതിബിംബം. ചോദ്യം 11 തുടങ്ങി. നിങ്ങളുടെ ഉത്തരം എഴുത്തില്ല. എവിടെ തുടങ്ങണം? 12 തുടങ്ങണം. എത്ര മിനിറ്റായി ഇവിടെ തന്നിരിക്കുന്നേ? 20 മിനിറ്റ്. അത് 60 ആവണമെങ്കിൽ എത്ര കൂടെ വേണം? 40 കൂടെ വേണം. സോ ആൻസർ 12:40. അപ്പൊ ചോദ്യം 11:20, ഉത്തരം 12:40. അതിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം. ഓക്കെ, അടുത്തത് 12:45. 12:45. ചോദ്യം 12 തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരം 11 തുടങ്ങുന്നു. 45 മിനിറ്റ് എത്ര കൂടാവുന്നു? 60 ആവായി 15. അപ്പോൾ ആൻസർ 11:15. 12:45ന്റെ കണ്ണാടിയിലെ പ്രതിബിംബം 11:15 ആണ്. പഠിച്ചല്ലോ. ഇനി സംശയമില്ലല്ലോ. നോക്കൂ, ടൈം 12:15. വാട്ട് ഈസ് ദ മിറർ ഇമേജ്? സമയം 12:15 ആണെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബം എത്രയായിരിക്കും? നമുക്കറിയാം. 12 തുടങ്ങുന്നു, ഉത്തരം 11 തുടങ്ങുന്നു. 15 മിനിറ്റ് തന്നിരിക്കുന്നു. അപ്പൊ ബാക്കി 60 നിന്ന് 15 പോയാൽ എത്ര കിട്ടും? 45. ആൻസർ 11:45. അപ്പൊ ഈ 2 റൂളുകളും സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. കൃത്യമായി പഠിക്കണം, ഒരു ഡൗട്ടും ഉണ്ടാവരുത്. ഇനി നമ്മൾ ഇതെല്ലാം പഠിച്ചുകൊണ്ട് പോയപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചു ചോദ്യം 12:15 പകരം ചോദ്യം 12:16. ചോദ്യം ക്ലിയർ ആണ്? 12:16. 15 പകരം എന്തെന്ന് ചോദിച്ചു? 16. അയ്യോ, ക്വസ്റ്റ്യൻ മാറിപ്പോയി എന്ന് വിശ്വസിക്കരുത്. നമ്മൾ എന്ത് ചെയ്യും? ചോദ്യം 12 തുടങ്ങിയ ഉത്തരം 11 തുടങ്ങും. ഇവിടെ 60 മിനിറ്റ് ആണ് 1 മണിക്കൂർ ആവാൻ. 16 ഉണ്ട്. ശരിയല്ലേ? അപ്പൊ ഇനി ബാക്കി എത്ര കൂടെ മതി? 44 മതി. ഇത് എഴുതാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അല്ലാതെ ചോദ്യം മാറുമ്പോൾ നമ്മൾ ഭയപ്പെടുകയല്ല വേണ്ടത്. നമ്മൾ ഭയം മാറ്റിവെച്ച് മുന്നോട്ട് പോവുക. റൂള് ക്ലിയർ അല്ലേ? അപ്പൊ എന്ത് തന്നാലും ഇത് തന്നെയാണ്. ഓക്കെ ആണ്? ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ടൈപ്പ് 3. സമയം 5. ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം എന്ത്?
ഇവിടെ മിനിറ്റ് ഇല്ല. മിനിറ്റ് ഇല്ലാതെ ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ എണ്ണം 12 എണ്ണം. ഏതൊക്കെ പറയാം? 1, 2, 3, 4 അപ് ടു 12 വരെ. ശരിയല്ലേ? മിനിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവോ? 11:60 എന്നല്ലേ മിനിറ്റ് വരുമ്പോൾ നമ്മൾ എടുക്കുക. ഈ 11:60 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്നാ അറിയാവുന്നത്? അത് 12 തന്നെയാണ്. അപ്പം മിനിറ്റ് ഇല്ലാതെ ഒരു സമയം തരയാണെങ്കിൽ നമ്മൾ അവിടെ എളുപ്പ വഴിയായി ഉപയോഗിക്കേണ്ടത് 12 കുറയ്ക്കുക. നമ്മൾ എന്ത് ചെയ്യണം? 12 കുറയ്ക്കുക. ഇവിടെ 12 നിന്ന് 5 കുറച്ചാൽ നമുക്ക് ലഭിക്കും 7. ഇപ്പോ ഒരാൾ എഴുതിപ്പോയി 11:60 - 5, അയാൾക്ക് 6:60 എന്ന് കിട്ടും. ഈ 6:60 ആര് തന്നെയാ? 7 തന്നെയാ. അപ്പൊ മിനിറ്റ് തരാത്ത ചോദ്യമുണ്ടെങ്കിൽ നമ്മുടെ ക്ലോക്കിലെ ഏറ്റവും വലിയ നമ്പറായ 12 കുറയ്ക്കുക എന്നതാണ് റൂള്. 12 കുറയ്ക്കുക. ഇനി കുറയ്ക്കണ്ട, നമുക്ക് കൂട്ടാം. എന്ത് ചെയ്യാം? 5നോട് എനിക്ക് എത്ര കൂട്ടിയാൽ 12? അത് തന്നെയാണ് 7. അപ്പൊ പറഞ്ഞ മനസ്സിലായല്ലോ. ഇതുകൂടെ ആവുമ്പോൾ മിറർ ഇമേജ് തീർന്നു. മിറർ ഇമേജ് ഓക്കെയാണ്. ചോദ്യം വന്നാൽ 1 മാർക്ക് ഉറപ്പാവണം. ഓക്കെ. സമയം 9, ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം. അപ്പൊ 9 മണി ആണല്ലോ, മിനിറ്റ് ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? 12 കുറയ്ക്കും. കുറയ്ക്കില്ലല്ലോ, ഇനി നമ്മൾ പ്ലസ് അല്ലേ ചെയ്യാൻ പോകുന്നേ. 9നോട് എത്ര കൂട്ടിയാൽ 12? 9നോട് എത്ര കൂട്ടിയാൽ 12? ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. എന്താ ഉത്തരം? 3. അപ്പൊ 9 മണിയുടെ മിറർ ഇമേജ് അല്ലെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം 3 ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സമയം 3, ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം എന്ത്? ചെറിയ സമയം എന്ത് തന്നാലും 12 കുറയ്ക്കുക. അപ്പൊ 3നോട് എത്ര കൂട്ടിയാൽ 12? 3നോട് എത്ര കൂട്ടിയാൽ 12? 9. നേരത്തെ ചോദ്യം നോക്കിയേ. സമയം 9, കണ്ണാടിയിലെ പ്രതിബിംബം 3. ഇത് രണ്ടും എന്തിന് തന്നു എന്ന് ചോദിച്ചോ. സമയം 3 വന്നപ്പോൾ അതിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം 9 ആയി. സമയം 9 വന്നപ്പോൾ അതിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം ആരായി? 3 ആയി. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കും. ഒരു ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം തന്നിട്ട് അതിന്റെ യഥാർത്ഥ സമയം ചോദിച്ചാൽ അത് മിനിറ്റ് ഉള്ള ചോദ്യം ഉണ്ടാകും, മിനിറ്റ് ഇല്ലാത്ത ചോദ്യം ഉണ്ടാകും. പുതിയ റൂളില്ല. 10ൽ നിന്ന് 5 കുറച്ചാൽ 5 ആണെങ്കിൽ 10ൽ നിന്ന് മറ്റേ 5 കുറച്ചാലും 5 ആണ്. ശരിയല്ലേ? 10ൽ നിന്ന് 7 കുറച്ചാൽ 3 ആണെങ്കിൽ 10ൽ നിന്ന് 3 കുറച്ചാൽ 7 കിട്ടും. പരസ്പരം കിട്ടേണ്ടതല്ലേ? അതുകൊണ്ട് തന്നെ റൂളിൽ വ്യത്യാസമില്ല. യഥാർത്ഥ സമയം തന്ന് മിറർ ഇമേജ് ചോദിച്ചാലോ, മിറർ ഇമേജ് തന്ന് യഥാർത്ഥ സമയം ചോദിച്ചാലോ റൂൾ ഇതാണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആക്കി പഠിച്ചു പോകണം. ഒരു ഡൗട്ടോടെ ഉണ്ടാവരുത്. അപ്പൊ 3 മണിയാണ് സമയം. ഇതിന്റെ പ്രതിബിംബം എത്രയാണെന്ന് ചോദിച്ചാൽ 9. ഓക്കെ, അടുത്തതിലേക്ക് വരാം. നമ്മൾ അവിടെ കൊണ്ട് പറഞ്ഞു നിർത്തിയ സാധനം. ഒരു ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം 3:20 എങ്കിൽ യഥാർത്ഥ സമയം എന്ത്? ഒരു ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബത്തിന്റെ സമയം 3:20 എങ്കിൽ യഥാർത്ഥ സമയം എന്ത്? വേറെ റൂളുണ്ടോ? എന്താണോ കണ്ണാടിയിലെ പ്രതിബിംബം കാണുന്ന അതേ റൂള്. തന്നിരിക്കുന്ന സമയം 3:20. 11നേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ 11:60 കുറയ്ക്കണം. അതൊക്കെ റൂള്. നമ്മൾ കുറയ്ക്കില്ല, പകരം പ്ലസ് ചെയ്യാൻ പോവുക. 3നോട് എത്ര കൂട്ടിയാൽ എനിക്ക് 11 കിട്ടും? 3നോട് എത്ര കൂട്ടണം? 8ഉം 3ഉം അല്ലേ 11. ഇനി 20 മിനിറ്റിനോട് എത്ര കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 60 മിനിറ്റ് കിട്ടും? 40. എന്റെ ഉത്തരം 8:40. ഇങ്ങനെ എഴുതാൻ പറ്റണം ഓപ്ഷൻ. ഓക്കെ, ഇനി കുറയ്ക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക. 11:60 - 3:20. അപ്പോഴും തെറ്റൂല. 60ൽ നിന്ന് 20 കുറച്ചപ്പോൾ 40 കിട്ടി. 11ൽ നിന്ന് 3 കുറച്ചാൽ എത്ര കിട്ടും? 8. 8ഉം 3ഉമാണ് 11. അപ്പോഴും ഉത്തരം ഇത് തന്നെയാണ്. അപ്പൊ ക്ലോക്കിലെ സമയം തന്ന് കണ്ണാടിയിലെ പ്രതിബിംബം ചോദിക്കുമ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് കണ്ണാടിയിലെ പ്രതിബിംബം തന്ന് യഥാർത്ഥ സമയം അല്ലെങ്കിൽ ക്ലോക്കിലെ സമയം ചോദിക്കുമ്പോഴും നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ നോക്കിയേ. ഒരു ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം 6:10 ആയാൽ യഥാർത്ഥ സമയം എന്ത്? ഇവിടെ കണ്ണാടിയിലെ പ്രതിബിംബം 6:10 അപ്പോൾ യഥാർത്ഥ സമയം 11:60 നിന്നല്ലേ കുറയ്ക്കുക. 6നോട് എത്ര കൂട്ടിയാലാണ് 11 ആവുക? 6ഉം 5ഉം ആണ് 11. ഇനി 10 മിനിറ്റുകൾ അവിടെ ഉണ്ട്. ഈ 10 മിനിറ്റ് 60 മിനിറ്റ് ആവാൻ എത്ര കൂടെ വേണം? 50 മിനിറ്റ് കൂടെ വേണം. അപ്പൊ നമ്മുടെ ഉത്തരം എന്താ? 5:50. സിമ്പിൾ അല്ലേ? അതായത് 2 മുതൽ 5 സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. നമ്മൾ എഴുതിയാൽ അതിന് 20 മുതൽ 30 സെക്കൻഡ് വരെ നമ്മൾ സമയം നഷ്ടപ്പെടുത്തും. അപ്പൊ അതുകൊണ്ടാണ് എഴുതാതെ ചെയ്യാൻ പറയണേ. ഇങ്ങനെ പഠിക്കാവൂ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം.
ഒരു ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം 11:20 ആയാൽ യഥാർത്ഥ സമയം. ഇവിടെ കണ്ണാടിയിലെ പ്രതിബിംബമായി തന്നിരിക്കുന്നത് 11:20 ആണ്. അപ്പൊ നമുക്ക് റൂൾ ഓർമ്മ വരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം 11-നേക്കാൾ വലുതാണ് തന്നിരിക്കുന്നത്. 11-നേക്കാൾ വലുതാകാവുന്നത് 11-ലോ 12-ലോ തുടങ്ങുന്ന ചോദ്യങ്ങളാണ്. ഇതെല്ലാം മനസ്സിലേക്ക് വരുന്നു, ശരിയല്ലേ? അപ്പൊ 11-ലാ തുടങ്ങുക. ചോദ്യം 11-ൽ തുടങ്ങിയാൽ ഉത്തരം എവിടെ തുടങ്ങണം? 12-ൽ തുടങ്ങണം. എത്ര മിനിറ്റുകൾ ഉണ്ട് ഇവിടെ? 20. അത് 60 ആവാൻ എത്ര വേണം? 40. അപ്പോൾ നമ്മുടെ ഉത്തരം 12:40. അപ്പൊ ഒരു ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം 11:20 ആയാൽ അതേ ക്ലോക്കിലെ യഥാർത്ഥ സമയം എന്ന് പറയുന്നത് 12:40 ആയിരിക്കും. ഓക്കെ, നോക്കൂ അതിന്റെ ഒരു ഇംഗ്ലീഷ് വെർഷൻ. വാട്ട് ഈസ് ദ കറക്റ്റ് ടൈം വെൻ ദ മിറർ ഇമേജ് ഓഫ് എ ക്ലോക്ക് ഫേസ് റീഡ് 12:45? വാട്ട് ഈസ് ദ കറക്റ്റ് ടൈം? എന്താണ് കറക്റ്റ് ടൈം? ഒരു ക്ലോക്കിന്റെ മിറർ ഇമേജ് 12:45 എന്ന് കാണുമ്പോൾ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 12:45. ചോദ്യം ആരംഭിക്കുന്നത് 12. ചോദ്യം 12-ൽ തുടങ്ങിയ മക്കളെ ഉത്തരം എവിടെ തുടങ്ങും? 11-ലാ തുടങ്ങുക. അപ്പോൾ 11 എഴുതി. 45 മിനിറ്റുകളാണ് അവിടെ തന്നിരിക്കുന്നത്. ഒരു മണിക്കൂറിന് നമുക്ക് വേണ്ടത് 60 മിനിറ്റുകളായതിനാൽ 45-നോട് നമ്മൾ എത്ര പ്ലസ് ചെയ്യണം? 15 പ്ലസ് ചെയ്യണം. അപ്പോൾ ഒരു ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം എന്ന് പറയുന്നത് 12:45 കാണുമ്പോൾ ആ ക്ലോക്കിലെ യഥാർത്ഥ സമയം എന്ത് എന്ന് ചോദിച്ചാൽ ഉത്തരം 11:15 ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് വരാം. ഒരു ക്ലോക്ക് കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കണ്ടാൽ ദിവസത്തിൽ എത്ര പ്രാവശ്യം അത് കൃത്യസമയം കാണിക്കും? നമ്മൾ ഒരു ക്ലോക്കിന്റെ മിറർ ഇമേജ് നോക്കിയാൽ ക്ലോക്കിലെ സമയവും മിറർ ഇമേജും തുല്യമായി വരുന്നത് ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം? PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ഒരു ടൈം തരുന്നു. 9 മണി തന്നു, നമ്മൾ 12-ന്ന് കുറച്ചപ്പോൾ 3 ആയി. 3 തന്നു, കുറച്ചപ്പോൾ ഇതായി. ഇങ്ങനെ മാറി 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 മാറിയാണ് നമുക്ക് ആക്ച്വലി പോകുന്നത്. എന്നാൽ ഇതൊരു ദിവസത്തിൽ എത്ര പ്രാവശ്യം തുല്യമായി വരും എന്നതാണ് ചോദ്യം. അപ്പൊ നമുക്കത് ചെയ്യേണ്ടത് ഓർക്കുക. സമയം 6 മണിയാണെന്ന് വിചാരിക്കുക. സമയം 6 മണി. ഈ 6 മണിയുടെ കണ്ണാടിയിലെ പ്രതിബിംബം നമ്മൾ എങ്ങനെയാ കാണുക? 12-നേക്കാൾ ചെറിയ നമ്പറാണ്. റൗണ്ടഡ് ഫിഗർ തന്നാൽ എന്ത് തന്നാലും 12-ന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ എത്ര കൂട്ടുമ്പോൾ 12. അപ്പൊ 6 മണിയുടെ കണ്ണാടിയിലെ പ്രതിബിംബം എത്ര കിട്ടും? 6. ഇനി മറ്റൊന്ന്, സമയം 12 മണി. സമയം 12. ഒരു ദിവസം ആരംഭിക്കുന്നത് 12 മണിക്കാണ്, ശരിയല്ലേ? നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് രാത്രി 12-നല്ലേ? അതായത് അടുത്ത പുതുവർഷം ആരംഭിക്കുന്നു രാത്രി 12 മണി മുതൽ. അപ്പൊ എപ്പോഴും ഒരു വർഷം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് രാത്രി 12 മണി മുതലാണ്. ഓക്കെ, അപ്പം 12 മണിയുടെ മിറർ ഇമേജ് എന്ത്? 12-ന്ന് 12 കുറച്ചാൽ 0, ശരിയല്ലേ? അങ്ങനെ ഒരു സമയമുണ്ടോ? ഇല്ല. അപ്പോൾ ക്ലോക്കിലെ സമയവും കണ്ണാടിയിലെ പ്രതിബിംബവും തുല്യമായി വരുന്ന സമയങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ 6 മണിയും 12 മണിയും മാത്രം. ഉറപ്പല്ലേ? ക്ലോക്കിലെ സമയം, അതിൻ്റെ പ്രതിബിംബം, കണ്ണാടിയിലെ പ്രതിബിംബം, ഇത് തുല്യമായി വരുന്ന സമയങ്ങൾ ആര് മാത്രമേ ഉള്ളൂ? ഒരെണ്ണം 6, മറ്റൊരെണ്ണം ആരാ? 12. എന്നാൽ ഒരു ദിവസത്തിൽ എത്ര 6 മണി നിങ്ങൾക്കറിയാം? രാവിലെ 6 ഉണ്ട്, വൈകുന്നേരം 6 ഉണ്ട്. അതിന് രാവിലെ 6-നെ നമ്മൾ 6 AM എന്ന് പറയും, വൈകുന്നേരം 6-നെ നമ്മൾ 6 PM എന്ന് പറയും, ശരിയല്ലേ? ഇനി 12-ന്റെ കേസിൽ AM-ഉം PM-ഉം പറയണമെന്ന് നിർബന്ധമില്ല, 12 എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അറിയണമെങ്കിൽ രാത്രി 12-നെ നമ്മൾ എന്തെന്ന് പറയും? AM എന്ന് പറയും. ഉച്ചയ്ക്കാണെങ്കിൽ നമ്മൾ അതിനെ PM എന്ന് പറയും. അപ്പോൾ ഒരു ക്ലോക്ക് കണ്ണാടിയിലൂടെ നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം നമ്മൾ കണ്ടാൽ, ഒരു ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം നമ്മൾ കണ്ടാൽ അത് ദിവസത്തിൽ എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും? എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. ഇനി തെറ്റരുത്, ആ സമയങ്ങൾ ഏതൊക്കെയെന്ന് കൂടെ നമ്മൾ അറിയണം, കൃത്യമായിരിക്കണം ഓരോന്നും. 6 AM, 6 PM, 12 AM, 12 PM. അതായത് 6 മണിക്കും 12 മണിക്കും മാത്രമാണ് ക്ലോക്കിലെ സമയവും കണ്ണാടിയിലെ പ്രതിബിംബവും തുല്യമാകുന്നത്. 6 മണി 2 എണ്ണം ഉണ്ട്, 6 AM-ഉം 6 PM-ഉം ഉണ്ട്. 12 മണി 2 എണ്ണം ഉണ്ട്, 12 AM-ഉം 12 PM-ഉം എടുക്കാം. അതൊരു ദിവസത്തിന്റെ ഭാഗമായി വരുമ്പോൾ ഒരു ദിവസത്തിൽ 4 പ്രാവശ്യം അത് കൃത്യസമയം കാണിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു ക്ലോക്ക് കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണുന്നു. രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിൽ അത് എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും?
ഓക്കെ, ഒരു കണ്ടീഷണൽ ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിനെ നമ്മൾ കണ്ണാടിയിലൂടെ നോക്കുന്നു, ഒരു ദിവസത്തിൽ അത് 4 പ്രാവശ്യം കൃത്യസമയം കാണിക്കും. ആ 4 സമയങ്ങൾ ഏതൊക്കെയെന്ന് നേരത്തെ നമ്മൾ കണ്ടതേ ഉള്ളൂ. എന്നാൽ ഇവിടുത്തെ ചോദ്യം രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിൽ ഇത് എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കുമെന്നാണ്. അപ്പൊ രാവിലെ 10 മണി, വൈകുന്നേരം 6 മണി, ഇതിനിടയിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഇടയിൽ എന്നതിനെ ബിറ്റ്വീൻ എന്ന് പറയും. ശരിയല്ലേ? രാവിലെ 10നും വൈകുന്നേരം 6നും ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 10 എന്ന സമയം എടുക്കുമോ? 10 എടുക്കില്ല, 6 എടുക്കില്ല. ഇടയിൽ അല്ലെങ്കിൽ ബിറ്റ്വീൻ എന്ന് വരുമ്പോൾ അവിടെ എവിടെയാണോ തുടങ്ങുന്നത്, എവിടെയാണോ അവസാനിക്കുന്നത്, അത് രണ്ടും എടുക്കാൻ പറ്റില്ല. അപ്പൊ എവിടെയാ തുടങ്ങുക? 10:01 തുടങ്ങും. എവിടെ അവസാനിക്കും? 5:59 അവസാനിക്കും. അപ്പൊ 10:01 തുടങ്ങി 5:59 അവസാനിക്കുന്ന സമയങ്ങൾക്കിടയിൽ തുല്യമായി വരുന്ന 6ഉം 12ഉം എത്ര പ്രാവശ്യം വരും നമ്മൾ നോക്കണം. അപ്പൊ 10:01 കഴിഞ്ഞിട്ട് ഇതിനിടയിൽ ഒരു 12 മണി വരും. ഉച്ചയ്ക്ക് വരുന്ന ഒരു 12 മണി വരുന്നുണ്ട്. ശരിയല്ലേ? രാവിലെ 10 കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു 12 മണി. നമുക്ക് ഓൾറെഡി അറിയാം 6നും 12നും മാത്രമേ ഇത് തുല്യമാവൂ. കറക്റ്റ് അല്ലേ? അപ്പൊ ഉച്ചയ്ക്കുള്ള 12. അത് കഴിഞ്ഞാൽ വൈകുന്നേരം 6 ഉണ്ട്. പക്ഷെ 6 ഇവിടെ എടുക്കാൻ പറ്റുമോ? ചോദ്യത്തിൽ 6 വരെ എന്ന് തന്നിട്ടുണ്ട് അല്ലെ? വൈകുന്നേരം 6 എന്ന ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. 6ന് ഇടയിൽ. പക്ഷെ ഈ വാക്ക് കണ്ടോ? ദാ ഇടയിൽ. 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിൽ. ഈ ഇടയിൽ എന്ന വാക്കാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് 5:59 വരെ എടുക്കാൻ പറ്റും. അപ്പൊ 6 വരുമോ? ഇല്ല. അപ്പോ 12 മാത്രം. നമ്മുടെ ഉത്തരം എന്താ? ഒരു പ്രാവശ്യം. ഒരു ക്ലോക്കിനെ കണ്ണാടിയിലൂടെ നോക്കുന്നു, അല്ലെങ്കിൽ ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം നമ്മൾ കാണുന്നു. രാവിലെ 10നും വൈകുന്നേരം 6നും ഇടയിൽ അത് കൃത്യസമയം കാണിക്കുന്നത് ഒരു പ്രാവശ്യം. ആ സമയം ഏതെന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് 12. കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൃത്യമായി മനസ്സിലാകേണ്ട ചോദ്യമാണിത്. ഓക്കെ, എന്നാൽ 6 എന്തുകൊണ്ട് എടുക്കുന്നില്ല? ഇടയിൽ എന്ന വാക്ക് വരുന്നു. എനിക്ക് 6 എടുക്കണം എങ്കിൽ ചോദ്യം എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചേ. രാവിലെ 10 മുതൽ വൈകുന്നേരം 6 വരെ. ഇംഗ്ലീഷ് നമ്മൾ ഫ്രമും ടു എഴുതൂലേ? ഇവിടുത്തെ പ്രത്യേകത 10 എടുക്കും, 6 എടുക്കും. ഇത് രണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലായിരിക്കണം. മെന്റൽ എബിലിറ്റിയിൽ ഇത് വളരെ ആവശ്യമാണ്. 10നും 6നും ഇടയിൽ എന്ന് പറഞ്ഞാൽ 10 എടുക്കില്ല, 6 എടുക്കില്ല. എന്നാൽ 10 മുതൽ 6 വരെ എന്നാണ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലോ 10 തുടങ്ങി 6ൽ അവസാനിക്കണം. ഇങ്ങനെ ചോദ്യം വന്നിരുന്നെങ്കിൽ അവിടെ ഉത്തരം 2 വന്നേനെ. അവിടെ ആരൊക്കെ വരും? 12ഉം വരും, 6ഉം വരും. ഉത്തരം 2ആയി മാറും. മനസ്സിലായി? അപ്പൊ ഇത് രണ്ടും എഴുതാൻ കാരണം ഇനി അവിടെ ഡൗട്ട് ഉണ്ടാവരുത്. ഡൗട്ട് ഉണ്ടാണെങ്കിൽ നമുക്കത് പരീക്ഷയ്ക്ക് ബാധിക്കും. കൃത്യമല്ലേ? നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൽ ഇടയിൽ എന്ന വാക്ക് ബിറ്റ്വീൻ എന്ന് വരുമ്പോൾ എവിടെ തുടങ്ങുന്നോ ആ വാല്യൂ എടുക്കില്ല, എവിടെ അവസാനിക്കുന്നോ ആ വാല്യൂ എടുക്കില്ല. അതെങ്ങനെ എടുക്കും? 10നും 6നും ഇടയിൽ എന്ന് പറഞ്ഞാൽ 10:01 തുടങ്ങി 5:59 അവസാനിക്കും. എവിടെ തുടങ്ങും? 10:01 തുടങ്ങി 5:59 അവസാനിക്കും. ഇതിനിടയിൽ ആര് മാത്രമേ ഉള്ളൂ? ഉച്ചയ്ക്കുള്ള 12 മാത്രമേ ഉള്ളൂ. അതിനാൽ ഈ ചോദ്യത്തിന്റെ നമ്മുടെ ഉത്തരം 1. എന്നാൽ ചിലർക്ക് തോന്നും ഇത് 2 വരില്ലേ? ആ 2 വരുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ആ ചോദ്യം? എങ്ങനെ പറയും? 10 മുതൽ 6 വരെ. അവിടെ ഫ്രമും ടു ഇടുമ്പോൾ 10 എടുക്കണം, 6 എടുക്കണം. അവിടെ ഉച്ചയ്ക്കുള്ള 12ന് പുറമെ വൈകുന്നേരത്തെ 6 കൂടെ ചേരുമ്പോൾ 2 ആകും. കൃത്യമായി മനസ്സിലാവണം. കൃത്യമായി മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. ഓക്കെ അല്ലേ? മനസ്സിലായി കാണുമല്ലോ? യെസ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സമയം 4. ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ് എന്ത്? അപ്പൊ കോണളവ് അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറയുന്ന ചോദ്യം. കോണളവ് കാണുക. സമയം 4. ഇവിടെ ഏകദേശം 10th വരെയുള്ള അല്ലെങ്കിൽ +2 വരെയുള്ള മോഡലിന് 3 പ്രധാന മോഡലുകൾ നമ്മൾ പഠിക്കണം. എന്നാൽ ഇവിടെ നമ്മൾ 5 മോഡൽ പഠിക്കണം ഡിഗ്രിക്ക്. അതായത് മണിക്കൂർ, മിനിറ്റ് സൂചികൾ തമ്മിലുള്ള കോണളവ്. അതിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്. അതിനുശേഷം സെക്കൻഡ് സൂചി കൂടെ വരുമ്പോൾ മിനിറ്റും സെക്കൻഡും തമ്മിലുള്ള കോണളവ്. മണിക്കൂറും സെക്കൻഡും. ആ ഒരു ചോദ്യം PSC ഇതുവരെ ചോദിച്ചിട്ടില്ല, പ്രീവിയസ് ഇല്ല. മണിക്കൂറും സെക്കൻഡും തമ്മിലുള്ള കോണളവ്. ഇതുകൂടെ പഠിക്കുമ്പോൾ മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ആവൂ. നമുക്കതെല്ലാം കൃത്യമായി എഴുതാതെ ചെയ്തു പോകുന്ന രൂപത്തിൽ ചെയ്തു പോകാം. അപ്പൊ ശ്രദ്ധിച്ച്, എന്താണ് ഈ കോണളവ്? സമയം 4 മണി. ഒരു പിക്ചർ വരച്ചാൽ ഒരു ക്ലോക്കില് 6, 5, 4. ഇവിടെ നമ്മൾ 12 എടുത്തു. മണിക്കൂർ സൂചി 4ന് നേരെയും മിനിറ്റ് സൂചി 12ന് നേരെയും കാണുമ്പോഴാണ് നമ്മൾ ക്ലോക്കിൽ 4 മണിയായി എന്ന് പറയുന്നത്.
നമുക്ക് എല്ലാവർക്കും അറിയാം. മണിക്കൂർ സൂചി എവിടെ ഉണ്ടാവും? 4 നേരെ ഉണ്ടാവും. മിനിറ്റ് സൂചി എവിടെ ഉണ്ടാവും? 12 നേരെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ കോണളവ് കാണാതെ പിടിച്ചു വെക്കുന്നതിനേക്കാൾ ആദ്യം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കണം. ഒന്നാമത്തെ ചോദ്യം, ഒരു സമയം പറഞ്ഞാൽ അതിനെത്ര കോണളവുകളുണ്ട്? ഒരു സമയം പറഞ്ഞാൽ അതിനെത്ര കോണളവുകളുണ്ട്? ഈ പിക്ചറിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ നോക്കി, ഇതൊരു ചെറിയ കോണാണ്, എന്നാൽ ഇതിന് ഇപ്പുറത്തൊരു കോണുണ്ട്, ഒരു വലിയ കോണുണ്ട്. അപ്പൊ സിമ്പിളായി മനസ്സിലാക്കണം, ഏത് സമയം പറഞ്ഞാലും 12 മണി പറഞ്ഞാലും, രണ്ടും 12-ൽ ഇരിക്കുന്ന 12 മണി പറഞ്ഞാലും അവിടെയും 2 കോണുകളുണ്ട്. അപ്പൊ ഏത് ടൈം പറഞ്ഞാലും അവിടുത്തെ കോണുകളുടെ എണ്ണം എത്ര? 2 കോണുകളുണ്ട്. ശരിയല്ലേ? ഈ 2 കോണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ 2 കോണുകൾ കൂടെ കൂട്ടിയാൽ, പ്ലസ് ചെയ്താൽ ഇതിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി. കണ്ട, ഒരു വൃത്തത്തിലെ ഒരു വൃത്തം 360 ഡിഗ്രി എന്നറിയാലോ. അപ്പൊ ഒരു സമയം പറഞ്ഞാൽ അതിനകത്ത് എത്ര കോണുകളുണ്ട്? 2 കോണുകളുണ്ട്. ഈ കോണുകളുടെ അളവുകളുടെ തുക എത്ര? 360 ഡിഗ്രിയാണ്. ഓക്കെ, അതിൽ ഒരു കോൺ 180 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ 180 ഡിഗ്രിക്ക് മുകളിൽ വരുന്ന കോണുകൾക്ക് ഒരു പേരുണ്ട്, റിഫ്ലക്സ് കോൺ. എന്ത് കോണാണ്? റിഫ്ലക്സ് കോൺ. ഈ വാക്കൊരിക്കലും മറക്കരുത്, റിഫ്ലക്സ് കോൺ. സമയം 4 മണി, കോണളവെന്ത്? ആ ഉത്തരം അല്ല, സമയം 4 മണി, റിഫ്ലക്സ് കോൺ എന്ത്? ഓക്കെ, അപ്പൊ കയ്യിൽ നിന്ന് പോവല്ലേ. അപ്പൊ സമയം 4 മണിയുടെ കോണളവെന്ത്? അവിടെ 2 കോണുകളുണ്ട്. അതിൽ ഒരു കോൺ റിഫ്ലക്സ് കോൺ ആണ്. എന്താണ് റിഫ്ലക്സ് കോണിന്റെ പ്രത്യേകത? ആ കോൺ 180 ഡിഗ്രിക്ക് മുകളിലായിരിക്കും. അപ്പോൾ 180 ഡിഗ്രിക്ക് മുകളിൽ വരുന്ന കോണുകൾക്ക് പറയുന്ന പേരാണ് റിഫ്ലക്സ് കോണുകൾ. ഒരു സമയത്തിന് എത്ര കോണുണ്ട്? 2 കോണുകളുണ്ട്. ഈ കോണുകളുടെ അളവുകളുടെ തുക എത്ര? അത് 360 ഡിഗ്രിയാണ്. ഇതാണ് ബേസ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അറിയേണ്ടത്, നമുക്ക് അത്യാവശ്യമായൊരു കാര്യമുണ്ട്, മിനിറ്റ് സൂചി. ഈ ക്ലോക്കിൽ പ്രധാനമായും മണിക്കൂർ മിനിറ്റ് സൂചികളെ കുറിച്ചല്ലേ പറയാ ഇവിടെ. അപ്പൊ മിനിറ്റ് സൂചി 1 മിനിറ്റ് നീങ്ങുമ്പോൾ അത് എത്ര ഡിഗ്രി വ്യത്യാസപ്പെടും? ഇപ്പൊ മിനിറ്റ് സൂചി നമ്മളിവിടെ ക്ലോക്കിനകത്ത് 12, 1, 2, 3 അങ്ങനെ എന്താണ് 60 മിനിറ്റുകളെയാണ് സൂചിപ്പിക്കുക. അപ്പൊ മിനിറ്റ് സൂചി 12-ൽ നിന്ന് കറങ്ങി വീണ്ടും 12-ലേക്ക് എത്തുമ്പോൾ മിനിറ്റ് സൂചി 60 മിനിറ്റ് സഞ്ചരിക്കും. ശരിയല്ലേ? ഈ മിനിറ്റ് സൂചി 60 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ 360 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. വ്യക്തമല്ലേ? അതായത് ഒരു വൃത്താകൃതിയിലാണ് ആ സൂചി കറങ്ങി വരുന്നത്. ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഈ 360 ഡിഗ്രിക്ക് എത്ര മിനിറ്റ്? 60 മിനിറ്റ്. അപ്പോൾ 60 മിനിറ്റിന് 360 ഡിഗ്രി ആണെങ്കിൽ 1 മിനിറ്റിന് എത്ര എന്ന് നമ്മൾ ആദ്യം നോക്കണം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 360 ഡിവൈഡഡ് ബൈ 60 എത്ര കിട്ടും? 6 ഡിഗ്രി. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മിനിറ്റ് സൂചി 1 മിനിറ്റ് നീങ്ങുമ്പോൾ അത് 6 ഡിഗ്രി വ്യത്യാസപ്പെടും. മിനിറ്റ് സൂചി 1 മിനിറ്റ് നീങ്ങുമ്പോൾ അത് 6 ഡിഗ്രി വ്യത്യാസപ്പെടും. മനസ്സിലാക്കണം അടിസ്ഥാനം. 2, മിനിറ്റ് സൂചി 1 മിനിറ്റ് നീങ്ങുമ്പോൾ അത് മണിക്കൂർ സൂചിയിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കില്ലേ? ഓർക്കുന്നുണ്ടോ? മിനിറ്റ് സൂചി മാറുമ്പോൾ മണിക്കൂർ സൂചി പതുക്കെ പുറകിൽ നിന്ന് പോകും അല്ലെ? അതെത്ര എന്നൂടെ അറിയണം. അതായത് സമയം 12 മണിക്ക് മണിക്കൂർ മിനിറ്റ് സൂചികൾ 1-ന് മുകളിൽ 1ആണ്. മിനിറ്റ് സൂചി ഒരു റൗണ്ട് ചുറ്റുമ്പോൾ 60 മിനിറ്റ് സൂചി കറങ്ങുമ്പോൾ മണിക്കൂർ സൂചി 12-ന്ന് 1-ലേക്ക് വരും. അപ്പൊ നമ്മൾ 1 മണി എന്ന് പറയും. അപ്പൊ മിനിറ്റ് സൂചി 60 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ അത് സ്വന്തമായി 360 ഡിഗ്രി കറങ്ങുമെങ്കിലും മണിക്കൂർ സൂചിയെ 1 മണിക്കൂറാക്കി മാറ്റും. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, 1 മിനിറ്റിന് 6 ഡിഗ്രി. അപ്പൊ 12 മുതൽ 1 വരെ 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. 1 മിനിറ്റിന് 6 ഡിഗ്രി ആണെങ്കിൽ 5 മിനിറ്റിന് എത്ര? 5 × 6 30. ശരിയല്ലേ? അപ്പൊ 60 മിനിറ്റിന് 30 ആണെങ്കിൽ 1 മിനിറ്റിന് 30/60 അത് 1/2 അരയാണ്. അപ്പോൾ മനസ്സിലാക്കണം, മിനിറ്റ് സൂചി 1 മിനിറ്റ് നീങ്ങുമ്പോൾ അത് 6 ഡിഗ്രി വ്യത്യാസപ്പെടും. അത് മണിക്കൂർ സൂചിയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം അര. ഇത് പലരും ഇങ്ങനെയൊന്നും പഠിക്കാതെ ചെയ്തിട്ടുണ്ടാവും. എന്താണ്? നമ്മൾ കോണളവ് കാണുമ്പോൾ മിനിറ്റിന്റെ പകുതി എടുക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ഈ പകുതി എന്ന് പറഞ്ഞാൽ 1/2. ഇപ്പൊ മിനിറ്റിന്റെ പകുതി
എടുക്കുക എന്ന് പറയുന്നത് ഇതേ കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. കാരണം മിനിറ്റ് എത്ര മൂവ് ചെയ്യോ അതിന്റെ പകുതിയായിരിക്കും മണിക്കൂർ സൂചിയിൽ ഉണ്ടാകുന്ന ആംഗിളിലെ വ്യത്യാസം. അതാണ് ഈ കിട്ടിയത്. അപ്പൊ നമ്മൾ എന്താ പഠിച്ചേ? മിനിറ്റ് സൂചി 1 മിനിറ്റ് നീങ്ങുമ്പോൾ അത് 6 ഡിഗ്രി വ്യത്യാസപ്പെടും. അത് മണിക്കൂർ സൂചിയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം എത്ര? അര. ഇതിന്റെ അടിസ്ഥാനമായ പോയിന്റ് ആണ്. 60 മിനിറ്റ് 360 ഡിഗ്രി, 1 മിനിറ്റ് 360 ഡിവൈഡഡ് ബൈ 60 6. എന്നാൽ മിനിറ്റ് സൂചി ഇതേ 60 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ മണിക്കൂർ സൂചി 1 മണിക്കൂറേ സഞ്ചരിക്കൂ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി 60 മിനിറ്റിനെങ്കിൽ 1 മിനിറ്റിന് 1/2 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ എഴുതിയത് ഈ ബേസിക് എക്സ്പ്ലനേഷന് വേണ്ടിയാണ്. ഒരിക്കൽ കൂടി പറയുന്നു മക്കളെ, ശ്രദ്ധിച്ചേ. ഒരു സമയം തന്നാൽ അതിന് എത്ര കോണുണ്ട്? ഒരു സമയം തന്നാൽ അതിന് എത്ര കോണുണ്ട്? 2 കോണുകളുണ്ട്. ഈ 2 കോണുകളുടെ അളവുകളുടെ തുക എത്രയായിരിക്കും? അത് 360 ആയിരിക്കും. ശരിയല്ലേ? അതിൽ ഒരു കോൺ 180 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ ആ കോണിന് പറയുന്ന പേര് റിഫ്ലെക്സ് കോൺ. ഒരു കോൺ 180 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താ? റിഫ്ലെക്സ് കോൺ. അടുത്തത് ഇമ്പോർട്ടന്റ്, മിനിറ്റ് സൂചി 1 മിനിറ്റ് നീങ്ങുമ്പോൾ അത് എത്ര ഡിഗ്രി വ്യത്യാസപ്പെടും? 6 ഡിഗ്രി വ്യത്യാസപ്പെടും. അത് മണിക്കൂർ സൂചിയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം എത്ര? അര ഡിഗ്രി. പഠിച്ചല്ലോ. മിനിറ്റ് സൂചി 1 മിനിറ്റ് നീങ്ങുമ്പോൾ അത് 6 ഡിഗ്രി വ്യത്യാസപ്പെടും. അത് മണിക്കൂർ സൂചിയിൽ അര ഡിഗ്രിയുടെ വ്യത്യാസം ഉണ്ടാക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. നോക്കൂ, സമയം 4 മണി. ഏത് റൗണ്ടഡ് നമ്പർ തന്നാലും, ഇവിടെ 12 ചോദ്യം ചോദിക്കാൻ നമ്മൾ പറഞ്ഞു. 1, 2, 3, 4 എന്ന് പറഞ്ഞ് 12 വരെ. അവിടെയാണ് മിനിറ്റ് ഇല്ലാതെ ചോദിക്കുന്ന ചോദ്യം. ഏത് തന്നാലും അതിനെ 30 കൊണ്ട് ഗുണിക്കുക. അപ്പൊ സമയം 4 മണിയുടെ കോണളവ് ചോദിച്ചാൽ 4 ഗുണം 30, ഉത്തരം 120 ഡിഗ്രി. ഉത്തരം 120 ഡിഗ്രി. എന്തിനാണ് നമ്മൾ 30 കൊണ്ട് ഗുണിക്കുന്നത്? നോക്കൂ, നേരത്തെ നമ്മളൊരു ക്ലോക്ക് വായി കണ്ടു. 12, 6, ഇവിടെ 5, 4, 2, 1, 7, 8, 9, 10, 11. ക്ലിയർ അല്ലേ? ഇതൊരു ക്ലോക്കിന്റെ ഒരു ഫിഗർ പോലെയാണ്. അപ്പൊ നമ്മളിവിടെ 12 മണിക്ക് ഇരിക്കുന്നു. 12 മുതൽ 1 വരെ എത്ര മിനിറ്റ് ഉണ്ട്? 5 മിനിറ്റ് ഉണ്ട്. 1 മിനിറ്റ് മിനിറ്റ് സൂചി നീങ്ങുമ്പോൾ 6 ഡിഗ്രി അല്ലേ? അപ്പൊ 5 മിനിറ്റിന് എന്ത് വരും? 5 × 6 30. അതിനർത്ഥം ഈ ഓരോ യൂണിറ്റുകളും 30 ഡിഗ്രികൾ വീതമാണ്. അങ്ങനെയുള്ള 12 യൂണിറ്റുകൾ ഉണ്ട്. 12 × 30 ആണ് 360. 1 മിനിറ്റ് 6 ഡിഗ്രി. 12 മുതൽ 1 വരെ 5 മിനിറ്റ് ഉണ്ട്. 5 × 6 30. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒരു റൗണ്ടഡ് ഫിഗർ തന്നാൽ 1, 2, 3 ഇതിൽ എഴുതിയിരിക്കുന്ന 12 നമ്പറുകളിൽ ഏത് തന്നാലും നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 30 കൊണ്ട് ഗുണിച്ചാൽ മതി. നമുക്ക് ഇതിനകത്ത് നോക്കാം. 1 തന്നു. 1 ഗുണം 30 എത്ര ഡിഗ്രി? 30. 2 ഗുണം 30 60. 3 ഗുണം 30 90. കറക്റ്റ് അല്ലേ? 4 ഗുണം 30 ഇപ്പോഴത്തെ ചോദ്യം 120. 5 ഗുണം 30 150. 6 ഗുണം 30 6 3 18 അല്ലേ? 180. 7 ഗുണം 30 എത്ര കിട്ടി? 210. അപ്പൊ സമയം 7ന്റെ കോണളവ് 210 എന്ന് പറയുന്നു. ഈ 210 എന്ത് ആംഗിൾ ആണ്? സാധാരണ ആംഗിൾ ആണോ? അല്ല, റിഫ്ലെക്സ് കോണാണ്. അപ്പൊ നമുക്ക് ഉത്തരം 210 കിട്ടിയത്. എങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള സാധാരണ കോണാണ് കാണേണ്ടതെങ്കിൽ ഈ 360ൽ നിന്ന് എന്താ 360? 2 കോണുകൾ ഉണ്ടാവും. എത്ര കോണുണ്ടാവും? 2. അതിന്റെ അളവുകളുടെ തുകയല്ലേ 360? അതിൽ നിന്ന് 210 കുറയ്ക്കണം. അപ്പൊ നമ്മളിത് കുറച്ച് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് വരാൻ കുറച്ച് നമ്മൾ ലേറ്റ് ആവും. പകരം ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഇവിടെ വന്നപ്പോൾ 180. ഇനി മുകളിലേക്ക് പോയ റിഫ്ലെക്സ് കോണല്ലേ? അപ്പൊ 6 ഗുണം 30 വരെ 180 ഡിഗ്രി ആയി. എന്നാൽ 6നേക്കാൾ വലിയ നമ്പർ തരുമ്പോൾ 360 ഉത്തരത്തെ കുറയ്ക്കുന്നതിന് പകരമുള്ള എളുപ്പ വഴി, നമ്മൾ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ നമ്പറില്ലേ, നമ്മൾ കോണൾ നോട്ടെ, കണ്ണാടിയിലെ പ്രതിബിംബം കണ്ടതുപോലെ 12. 12 7 കുറച്ചു. 12 7 കുറച്ച എത്ര? 5. 5 ഗുണം 30 അപ്പൊ എത്ര കിട്ടും? 180. അപ്പൊ 7ന് 2 കോണുകളാണുള്ളത്. ഒന്ന് 210, മറ്റൊന്ന് 150. 210 ആരാണ്? റിഫ്ലെക്സ് കോണാണ്. 150 ഏതാണ്? അതിന്റെ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഓക്കെ ആണ്. അപ്പൊ സമയം 8ന്റെ കോണളവ് 8 ഗുണം 30 റിഫ്ലെക്സേ കിട്ടൂ. എളുപ്പ വഴി എന്താ? 12 8 കുറച്ചു. 12 8 കുറച്ച് എത്ര? 4. 4 ഗുണം 30 എത്ര? 120. അപ്പൊ 9 ആണെങ്കിലോ 12 9 കുറച്ചു. എത്ര കിട്ടി? 3. 3 ഗുണം 30 90. ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ വലതുവശത്തും ഇടതുവശത്തും ഒരേ ആംഗിൾ ആയിരിക്കും.
ഇനി ഏറ്റവും അവസാനം സമയം 12 കോണളവ്. എന്തായിരിക്കും 12ന്റെ കോണളവ്? 12ൽ നിന്ന് 12 കുറച്ചു 0. എത്ര തന്നെ? 0. അപ്പൊ ഇവിടെ ഒരു റിഫ്ലെക്സ് കോണുണ്ട് 12ന് 360. 0ഉം 360ഉമാണ് 12ന്റെ കോണ്. ഒന്നിൻ്റെത് 30ഉം 330ഉമാണ്. ഓക്കെ, ഞാനിത് സ്പീഡിൽ പറഞ്ഞുവെങ്കിലും ശ്രദ്ധിച്ചേ, വളരെ സിമ്പിളാ. എന്താണ്? ഒരു ടൈം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ 30 കൊണ്ട് ഗുണിച്ചാൽ കോണളവ് കിട്ടും. അതിനെ എത്ര കൊണ്ട് ഗുണിക്കണം? 30 കൊണ്ട് ഗുണിക്കണം. ഉറപ്പല്ലേ? എന്നാൽ തന്നിരിക്കുന്ന സമയം എഴുതാതെ സ്പീഡ് ചെയ്യാനാണ്. 6നേക്കാൾ വലുതാണെങ്കിൽ 12ൽ നിന്ന് കുറച്ച ശേഷം 6നേക്കാൾ വലുതാണെങ്കിൽ 12ൽ നിന്ന് കുറച്ച ശേഷം എന്ത് ചെയ്യണം? 30 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണോ? ശരി. അപ്പം നമ്മൾ ഒരിക്കൽ കൂടെ വരുന്നു. നമ്മൾ പഠിച്ച റൂൾ എന്താണ്? ഒരു സമയം തരുന്നു. സമയം ഇവിടെ 4. ഏത് സമയം തന്നാലും എത്ര കൊണ്ട് ഗുണിച്ചു? 30. 4 ഗുണം 30 120. ഉറപ്പാണ്, പഠിച്ചു. എന്നാൽ തന്നിരിക്കുന്ന സമയം ഏതിനേക്കാൾ വലുതാണെങ്കിൽ 6നേക്കാൾ വലുതാണെങ്കിൽ 12ൽ നിന്ന് കുറച്ചിട്ട് 30 കൊണ്ട് ഗുണിക്കണം. 12ൽ നിന്ന് കുറച്ച്. ഇനി കുറച്ചില്ല എന്ന് വെച്ചോ, നമുക്ക് കിട്ടുന്ന ഉത്തരം റിഫ്ലെക്സ് കോൺ ആയിരിക്കും. അതൊരിക്കൽ കൂടെ എന്ത് ചെയ്യണം? 360ൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ ഇത് ഓക്കെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം. സമയം 2 മണി, കോണളവെന്ത്? സമയം 2 കോണളവ്. എന്താ പരിപാടി? 2 × 30. 2നെ 30 കൊണ്ട് ഗുണിച്ചു. ഉത്തരം എത്ര? 60 ഡിഗ്രി. അപ്പൊ സമയം 2 മണിയുടെ കോണളവെന്ത്? 2 മണിയുടെ കോണളവ് എന്ന് പറഞ്ഞാൽ 2 ഗുണം 30 60 തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ടൈം 5. Find the angle between the minute and hour hand of a clock. ഒരു ക്ലോക്കിൽ 5 മണിയാണ്. അതിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവെന്ത്? തന്നിരിക്കുന്ന സമയത്തിൽ മിനിറ്റ് ഇല്ല, നമ്മൾ അതിനെ 30 കൊണ്ട് ഗുണിക്കും അല്ലെ. 5 ഗുണം 30 നമ്മുടെ ഉത്തരം 150 ഡിഗ്രി. ഉറപ്പാണല്ലോ. അപ്പൊ കോണളവ് കാണേണ്ട ഏറ്റവും അടിസ്ഥാനമായ മോഡലാണിത്. 12 ചോദ്യങ്ങളെ ചോദിക്കാൻ പറ്റൂ. 1 2 3 എന്ന് പറയുന്ന 12 വരെയുള്ള നമ്പർ ഏത് നമ്പർ തന്നാലും 30 കൊണ്ട് ഗുണിച്ചാൽ മതി. കിട്ടുന്ന ഉത്തരം 180 എബോ ആണെങ്കിൽ 180ന് മുകളിലാണെങ്കിൽ അത് റിഫ്ലെക്സ് കോണാണ്. 360ൽ നിന്ന് കുറയ്ക്കുക. അതിന് ഞാൻ ഒരു കണ്ടീഷൻ പറഞ്ഞു. 6നേക്കാൾ വലിയ നമ്പർ കിട്ടിയാൽ 12ൽ നിന്ന് കുറച്ചിട്ട് ഗുണിച്ചാൽ റിഫ്ലെക്സ് അല്ലാത്ത കോൺ കിട്ടും. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് വരാം. സമയം 8, കോണ് അളവെന്ത്? സമയം 8 മണി. 8 ഗുണം 30. 8 ഗുണം 30 റൗണ്ടഡ് ഫിഗറാ, 240 ഡിഗ്രി. ഉത്തരം കറക്റ്റാ. പക്ഷെ എന്ത് ഉത്തരവാ കിട്ടിയേ? റിഫ്ലെക്സ് കോൺ. അതിനാൽ 360 മൈനസ് 240 ഉത്തരം 120 ഡിഗ്രി. അപ്പൊ സമയം 8 മണിക്ക് നമുക്ക് 2 കോണുകളാണ് കിട്ടിയത്. നമ്മൾ 30 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് ലഭിച്ച കോണ് 240 ആണ്. എന്നാൽ അത് റിഫ്ലെക്സ് കോൺ ആയതിനാൽ നമ്മൾ 360ൽ നിന്ന് കുറച്ചു. 360ൽ നിന്ന് കുറച്ച് നമ്മൾ 120 എന്ന ഉത്തരം കണ്ടെത്തി. വ്യക്തമല്ലേ? ഉറപ്പല്ലേ? എന്നാൽ ശ്രദ്ധിച്ചേ, ഞാൻ വേറൊരു വഴി പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എഴുതാതെ അങ്ങ് ചെയ്യാൻ. തന്നിരിക്കുന്ന സമയം 6നേക്കാൾ വലുതാണോ? വലുതാണ്. 7നേക്കാൾ വലുതാണെങ്കിൽ 6നേക്കാൾ വലുതല്ലേ? എങ്കിൽ 12ൽ നിന്ന് 8 കുറച്ചു. 12ൽ നിന്ന് 8 കുറച്ച് എത്ര? 4. 4 ഗുണം 30 ഡയറക്റ്റ് ഉത്തരം റിഫ്ലെക്സ് അല്ലാത്ത കോൺ 120. ഉറപ്പല്ലേ? അപ്പൊ പഠിച്ചല്ലോ. ഇനി ഡൗട്ട് ഇല്ലല്ലോ. തന്നിരിക്കുന്ന സമയം 6നേക്കാൾ വലുതാണെങ്കിൽ 12ൽ നിന്ന് കുറയ്ക്കുക, മനസ്സിൽ കുറയ്ക്കാം, എന്നിട്ട് 30 കൊണ്ട് ഗുണിക്കുക. മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സമയം 10, കോണളവെന്ത്? 6നേക്കാൾ വലുതല്ലേ? 12ൽ നിന്ന് 10 കുറയ്ക്കുക. 12ൽ നിന്ന് 10 കുറച്ചാൽ എത്ര? 2. 2 ഗുണം 30 ഉത്തരം 60 ഡിഗ്രി. തന്നിരിക്കുന്ന സമയം 10 മണിയാണ്. 12ൽ നിന്ന് 10 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 2 ആണ്. 2 ഗുണം 30 ഉത്തരം എത്ര കിട്ടും? 60. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ടൈം 9. Find the angle between the minute and hour hand of a clock. സമയം 9 മണി. ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവെന്ത്? സമയം 9 കോണളവെന്ത്? തന്നിരിക്കുന്ന സമയം 6നേക്കാൾ വലുതല്ലേ? 12ൽ നിന്ന് 9 കുറച്ചു. 12ൽ നിന്ന് 9 കുറച്ചു, നമുക്ക് ലഭിച്ചു 3. ആ 3നെ നമ്മൾ 30 കൊണ്ട് ഗുണിച്ചു. 3 ഗുണം 30 ഉത്തരം 90. ഓക്കെ അല്ലേ? അപ്പൊ തന്നിരിക്കുന്ന സമയം 6നേക്കാൾ വലുതെങ്കിൽ 12ൽ നിന്ന് കുറച്ച് 30 കൊണ്ട് ഗുണിക്കുമ്പോൾ കോണളവ്. ഇത്രയും ചോദ്യം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തെറ്റരുത്.
ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് വരാം. സമയം 6:30. ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവെന്ത്? സമയം 6:30. ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവെന്ത്? അപ്പൊ നോക്കാം. സമയം 6:30. ഇവിടെ മിനിറ്റ് കൂടെ ഉണ്ട്. നേരത്തെ 6, 5, 4 എന്നൊക്കെ അല്ലേ തന്നിരിക്കുന്നത്. ഇതാണ് അടുത്ത മോഡൽ. മിനിറ്റ് കൂടെ വരെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ? നോക്കൂ, മണിക്കൂർ 6 മണി 30 മിനിറ്റ്. ഈ മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ സംഖ്യ 6 തന്നെയാണ്. അത് ക്വസ്റ്റ്യനിൽ തന്നെ കിടപ്പുണ്ട്. 30 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ സംഖ്യ എന്ന് കണ്ടെത്തുക. നമുക്ക് ക്ലോക്കിലെ സംഖ്യകളൊന്നും നോക്കാം. 1ന്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ എത്ര മിനിറ്റാ പറയുക? നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട. നമ്മൾ സമയം നോക്കുമ്പോൾ എന്താണ് ചെയ്യുക മക്കളെ? 1ന്റെ അടുത്ത് വരുമ്പോൾ എത്ര? 5 മിനിറ്റ്. 2ന്റെ അടുത്ത് വരുമ്പോഴോ 10. 3ന്റെ അടുത്ത് വരുമ്പോഴോ 15. അപ്പൊ 5ന്റെ ഗുണിതം വെച്ചാൽ നമ്മൾ പറയുക, ശരിയല്ലേ? അപ്പൊ എത്ര മിനിറ്റ് തരും? അതിന് 5 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 30/5 എത്ര കിട്ടി? 6. അതായത് 30ന്റെ അടുത്ത് വരുമ്പോ 30 മിനിറ്റ് എന്ന് നമ്മൾ പറയണമെങ്കിൽ 6-നടുത്ത് സൂചി ഉണ്ടാവണം. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ മണിക്കൂറിനെ സൂചിപ്പിച്ച സംഖ്യ ക്വസ്റ്റ്യനിൽ 6 ആണ്. മിനിറ്റിനെ സൂചിപ്പിക്കുന്ന ക്വസ്റ്റ്യനിലെ നമ്പർ എന്താണ്? ചോദ്യത്തിലെ നമ്പർ ഏതാണ്? 6 ആണ്. ഓക്കെ അല്ലേ? അപ്പം മണിക്കൂറിനെയും മിനിറ്റിനെയും സൂചിപ്പിക്കുന്ന സംഖ്യകൾ തുല്യമാണെങ്കിലുള്ള എളുപ്പ വഴി എപ്പോഴും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മിനിറ്റിന്റെ പകുതി ഉത്തരം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മിനിറ്റ് എത്ര? 6:30. 30ന്റെ പകുതി എത്ര? 15 ഡിഗ്രി. ഉറപ്പല്ലേ? അപ്പൊ ഇതാണ് രണ്ടാമത്തെ മോഡൽ. ഇങ്ങനെ 11 ചോദ്യങ്ങൾ ഉണ്ടാവും. ഇവിടെ ചോദ്യങ്ങളുടെ എണ്ണം കൂടെ മനസ്സിലാക്കി പോണം. 11 ചോദ്യങ്ങൾ ഉണ്ടാവും. ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? സമയം 6:30. മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ എത്രയാണ്? അത് 6. 30 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യ എത്രയാണ്? അതും 6. മണിക്കൂറിനെയും മിനിറ്റിനെയും ഒരേ സംഖ്യ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കോണളവ് തന്നിരിക്കുന്ന മിനിറ്റിന്റെ പകുതി. പഠിച്ചല്ല? മണിക്കൂറിനെയും മിനിറ്റിനെയും ഒരേ സംഖ്യ സൂചിപ്പിച്ചാൽ കോണളവ് തന്നിരിക്കുന്ന മിനിറ്റിന്റെ പകുതി. ഇവിടുത്തെ മിനിറ്റ് എത്ര? 6:30 മിനിറ്റ് എത്ര? 30. അതിന്റെ പകുതി എത്ര? 15. ഇനി ചോദ്യങ്ങൾ എങ്ങനെ വരും? നമുക്ക് തുടങ്ങാം. 1. ക്ലോക്കിലെ ഏറ്റവും ചെറിയ നമ്പർ 1 അല്ലേ? ഈ 1 എന്ന സംഖ്യ മണിക്കൂറിനെ സൂചിപ്പിച്ചു. 1 മണിക്കൂർ. ഈ 1നെ സൂചിപ്പിക്കുന്ന മിനിറ്റ് എത്ര? 1ന്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ എത്ര മിനിറ്റാ പറയാ? 5. അപ്പോൾ ആദ്യത്തത് 1:5 അല്ലേ? അടുത്ത എവിടെ തുടങ്ങുന്നത്? 2. 2നെ സൂചിപ്പിക്കുന്ന മിനിറ്റ് ഓർത്തേ. 2ന്റെ അടുത്ത് വരുമ്പോൾ എത്ര മിനിറ്റ് എന്ന് പറയും? 10. അപ്പൊ 2 10. 3 15. 4 20. ശരിയല്ലേ? 5 25. കണ്ടിന്യൂ ചെയ്ത് 11:55 വരെയുള്ള 11 സമയങ്ങൾക്കാണ് മണിക്കൂർ മിനിറ്റ് സൂചികളെ ഒരേ സംഖ്യ സൂചിപ്പിക്കുക. കൃത്യമല്ലേ മക്കളെ? ഒരു ഡൗട്ട് ഇല്ലാതെ പഠിച്ചു വയ്ക്കണം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ പറയാണ്. എങ്ങനെയാണത് വരിക? മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ മിനിറ്റിനെയും ക്ലോക്കിൽ സൂചിപ്പിച്ചാൽ കോണളവ് തന്നിരിക്കുന്ന മിനിറ്റിന്റെ പകുതിക്ക് തുല്യം. അങ്ങനെ 11 വരിക. അതാണ് നമ്മളിവിടെ കാണുന്നത്. 1 5, 2 10, 3 15, 4 20, 5 25, 6 30, 7 35 എന്ന് തുടങ്ങി 11:55 വരെയുള്ള 11 ചോദ്യങ്ങളിൽ ആണിത് ഈക്വൽ ആവുക. ഉറപ്പല്ലേ? അപ്പൊ ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. എഴുതാതെ പറ്റണം. മണിക്കൂറിനെയും മിനിറ്റിനെയും ഒരേ സംഖ്യയാണ് സൂചിപ്പിക്കുക എങ്കിൽ കോണളവ് തന്നിരിക്കുന്ന മിനിറ്റിന്റെ പകുതി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സമയം 4:20. വേറൊന്നും ചെയ്യണ്ട. 20 മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന 4 ഇവിടെ തന്നെ ഉണ്ട്. 20 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ സംഖ്യ 20നെ ഒരു 5 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്ത് 20/5 എത്ര കിട്ടി? 4. ഇനി ഡിവൈഡ് ഒന്നും ആവശ്യമില്ല. നമുക്ക് സമയം നോക്കാൻ അറിയാം. അതുകൊണ്ട് നമുക്ക് അറിയുകയും ചെയ്യാം. രണ്ടും തുല്യം. മണിക്കൂറിനെയും മിനിറ്റിനെയും സൂചിപ്പിക്കുന്ന 2 സംഖ്യകൾ തുല്യമാണ്. അതിനാൽ കോണളവ് മിനിറ്റിന്റെ പകുതി. എന്താ മിനിറ്റ്? 4:20 മിനിറ്റ് എത്ര? 20. 20ന്റെ പകുതി ഉത്തരം 10 ഡിഗ്രി. അപ്പൊ സമയം 4:20 കോണളവ് എന്ത് എന്ന് ചോദിച്ചാൽ സമയം 4:20 കോണളവ് 10 ഡിഗ്രിയാണ്. മണിക്കൂറിനെയും മിനിറ്റിനെയും ഒരേ സംഖ്യ സൂചിപ്പിച്ചാൽ കോണളവ് എപ്പോഴും തന്നിരിക്കുന്ന മിനിറ്റിന്റെ പകുതിക്ക് തുല്യം. നോക്കൂ അടുത്ത ചോദ്യം. ടൈം 3:15. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ആൻഡ് അവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക്. സമയം 3:15. ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവെന്ത്? മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 3. 15 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ സംഖ്യ 3. മണിക്കൂറിനെയും മിനിറ്റിനെയും ഒരേ സംഖ്യ സൂചിപ്പിക്കുന്നു. കോണളവ് പറ. മിനിറ്റിന്റെ പകുതി. എന്താ ഇവിടുത്തെ മിനിറ്റ്? 15. 15ന്റെ പകുതി 7.5 ഡിഗ്രി. ഓപ്ഷൻ ബി. അപ്പൊ മക്കളെ
രണ്ടാമത്തെ ടൈപ്പ്. ഒരു ഡൗട്ടും ഉണ്ടാവരുത്. നിരവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് എഴുതാതെ ചെയ്യാൻ പറ്റണം. മണിക്കൂറിനെയും മിനിറ്റിനെയും ഒരേ സംഖ്യ സൂചിപ്പിച്ചാൽ കോണളവ് എപ്പോഴും തന്നിരിക്കുന്ന മിനിറ്റിന്റെ പകുതിക്ക് തുല്യമായിരിക്കണം. സമയം 3:15 എന്ന് പറയുന്ന ഈ ചോദ്യത്തിൽ മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 3 ആകുമ്പോൾ 15 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ സംഖ്യയും 3 തന്നെയാണ്. രണ്ടും തുല്യമാണെങ്കിൽ കോണളവ് തന്നിരിക്കുന്ന മിനിറ്റിന്റെ പകുതിക്ക് തുല്യം. അതായത് 15ന്റെ പകുതി 7.5 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് വരാം. സമയം 7:20 കോണളവ് എന്ത്? ആദ്യത്തെ 2 ടൈപ്പുകൾ കഴിഞ്ഞ് ഏറ്റവും അധികം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉള്ളത് മറ്റ് മോഡലുകളെ അപേക്ഷിച്ച് ഇതിലാണ്. ഓക്കെ, അപ്പൊ സമയം 7:20. ഇവിടെ നമ്മൾ കോണളവ് കാണും 7:20. ഇവിടെ 30h എന്നൊക്കെ പറയുന്ന ഇക്വേഷനൊക്കെ ഉപയോഗിക്കാറുണ്ട്, തെറ്റൊന്നുമില്ല അതുകൊണ്ട് ഉപയോഗിക്കുന്നത്. നമുക്കിത് എഴുതാതെ ചെയ്യാം. എന്തെന്നറിയോ, നമ്മളിപ്പോൾ 2 മോഡലുകൾ പഠിച്ചില്ലേ, ആ 2 മോഡലിന്റെ ക്ലബിംഗ് ആണിത്. ഇവിടെ 7 മണിയുണ്ട്, അതിനോടൊപ്പം 20 മിനിറ്റും ഉണ്ട്, ശരിയല്ലേ? അപ്പൊ അത് രണ്ടും കൂടെ ക്ലബ് ചെയ്യുന്നു. അതങ്ങ് മനസ്സ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഒറ്റ ലൈൻ എഴുതാം. നോക്കൂ, മിനിറ്റ് കൂടെ വന്നാൽ നമ്മൾ എന്താ രണ്ടാമത്തെ ടൈപ്പിൽ പഠിച്ചേ? ആദ്യം സൂചിപ്പിക്കുന്ന സംഖ്യ എഴുതുക. മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഇവിടെ 7 ആണ്. 20 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഇവിടെ 4 ആണ്. ഓക്കെ, ഇത് തുല്യമാണെങ്കിൽ മിനിറ്റിന്റെ പകുതിയാണ് ഉത്തരം. തുല്യമാണെങ്കിൽ, ഉറപ്പല്ലേ? ഇവിടെ തുല്യമാണോ? അല്ല, തുല്യമല്ല. ഒന്ന് 7 ആണ്, മറ്റൊന്ന് 4 ആണ്. തുല്യമല്ലെങ്കിലുള്ള പരിപാടി തുല്യമാക്കുക. തുല്യമാക്കിയാൽ മിനിറ്റിന്റെ പകുതി കൂടെ എടുത്താൽ പോരെ? തുല്യമാക്കിയാൽ മിനിറ്റിന്റെ പകുതി എടുത്താൽ പോരെ? അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇവിടെ തുല്യമാണോ അല്ലയോ? അല്ല. അപ്പൊ നമുക്ക് തുല്യമാക്കണം. തുല്യമാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിന്റെ വ്യത്യാസം എടുക്കുക. 7ന്റെയും 4ന്റെയും വ്യത്യാസം. 7ന്റെയും 4ന്റെയും വ്യത്യാസം എത്ര? 3 എന്ന് കിട്ടി. അതായത് ഈ 3 ചെറിയ 4നോട് ചേർത്താൽ 7 ആയില്ലേ? ഈ 3 ചെറിയ 4നോട് ചേർത്താൽ 7 ആയില്ലേ? അപ്പൊ ഈ വ്യത്യാസം എടുക്കണം എന്താന്ന് മനസ്സിലായിക്കൊള്ളണം. അത് തുല്യമാക്കാനാണ്. വ്യത്യാസം എടുക്കണമെന്നല്ല പഠിക്കേണ്ടത്. വ്യത്യാസം എടുക്കുന്നത് എനിക്കത് ഈക്വൽ ആക്കാനാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് മോഡലിലേക്ക് എത്തി. ഏതെങ്കിലും ഒരു റൗണ്ടഡ് ഫിഗർ കിട്ടിയാൽ 1 മുതൽ 12 വരെ കിട്ടിയാൽ നമ്മൾ 30 കൊണ്ട് ഗുണിക്കണം. പിടികിട്ടിയ? ഇനി നമ്മൾ പുതിയൊന്നും പഠിക്കണ്ട, പഠിച്ചത് മതി. ദെൻ എന്താണ്? 3 ആണ് കിട്ടിയത്. റൗണ്ടഡ് ഫിഗർ കിട്ടിയാൽ കോണളവ് കാണാൻ 30 കൊണ്ട് ഗുണിച്ചു. 3 ഗുണം 30 ഉത്തരം 90. ഓക്കെ, ഇനി ഒരൊറ്റ കണ്ടീഷൻ ഓർക്കുക. ഇവിടെ നമുക്ക് കിട്ടിയ സംഖ്യകളുണ്ടല്ലോ 7ഉം 4ഉം 7ഉം 4ഉം. അതിൽ ആദ്യത്തെ സംഖ്യ വലുതെങ്കിൽ പ്ലസ് ഇടണം, ആദ്യത്തെ സംഖ്യ ചെറുതെങ്കിൽ മൈനസ്. ഈ തന്നിരിക്കുന്ന നമ്മളെടുത്ത ക്ലോക്കിൽ സൂചിപ്പിക്കുന്ന സംഖ്യകളായ 7ഉം 4ഉം ഇല്ലേ, അതിൽ ആദ്യത്തെ സംഖ്യ വലുതാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ സംഖ്യ വലുതാണെങ്കിൽ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ചെറുതാണെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എന്താണ് പ്ലസും മൈനസും ചെയ്യേണ്ടത്? മിനിറ്റിന്റെ പകുതി. മിനിറ്റിന്റെ പകുതി. കാരണം ഇപ്പൊ ഇത് ഈക്വൽ ആയില്ലേ? എന്താ മിനിറ്റ്? 20. അതിന്റെ പകുതി 10. 90ഉം 10ഉം ഉത്തരം 100 ഡിഗ്രി. 100 ഡിഗ്രി. ശ്രദ്ധിച്ചേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എഴുതാതെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം മണിക്കൂറിനെ സൂചിപ്പിച്ച സംഖ്യ 7, 20 മിനിറ്റിനെ സൂചിപ്പിച്ച ക്ലോക്കിലെ സംഖ്യ 4. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം അതിന്റെ വ്യത്യാസം എടുക്കണം. 7ന്റെയും 4ന്റെയും വ്യത്യാസം എന്താ മക്കളെ? 3. അതിനെ 30 കൊണ്ട് ഗുണിച്ചു, അല്ലേ? അതല്ലേ നമ്മൾ ആദ്യം പഠിച്ച മോഡലിൽ റൗണ്ടഡ് ഫിഗർ തന്നാൽ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3 ഗുണം 30 എത്ര? 90. തുല്യമായി. അപ്പോൾ തുല്യമായി കഴിഞ്ഞാൽ ഇനി മിനിറ്റിന്റെ പകുതി. എന്താ മിനിറ്റിന്റെ പകുതി? 20ന്റെ പകുതി 10. അത് 2 കണ്ടീഷൻ വരും. എന്താണ്? ഇത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ പ്ലസും, അകത്തേക്ക് വരികയാണെങ്കിൽ മൈനസ്. പിക്ചറൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, വേറെ ഒന്നും നോക്കണ്ട. ആദ്യത്തെ സംഖ്യ വലുതെങ്കിൽ പ്ലസ്, തിരിച്ചാണെങ്കിൽ മൈനസ്. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ, മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യ അതെടുത്തു. അതിൽ ആദ്യത്തെ സംഖ്യ വലുതെങ്കിൽ എന്ത് ചെയ്യണം? മിനിറ്റിന്റെ പകുതി പ്ലസ് ചെയ്യണം. തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇതാ ഇവിടെ നോക്കിയേ, മറ്റൊരു ക്വസ്റ്റ്യൻ. 8:30 നമുക്കങ്ങ് ചെയ്യാം. മണിക്കൂറിനെ സൂചിപ്പിച്ച സംഖ്യ എത്ര? 8. 30നെ സൂചിപ്പിച്ച സംഖ്യ എത്ര? 6. ആദ്യം എന്ത് ചെയ്തു? വ്യത്യാസം എടുത്തു. വ്യത്യാസം 2. അതിന് എത്ര കൊണ്ട് ഗുണിച്ചു? 30 കൊണ്ട് ഗുണിച്ചു. 2 ഗുണം 30 60. ആദ്യത്തെ സംഖ്യ വലുത് പ്ലസ്. ആരെ പ്ലസ് ചെയ്യണം? മിനിറ്റിന്റെ പകുതി. ആൻസർ 75 ഡിഗ്രി. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കണേ. 4:30. മണിക്കൂറിനെ സൂചിപ്പിച്ച സംഖ്യ 4, 30നെ സൂചിപ്പിച്ച സംഖ്യ 6. തുല്യമല്ല, വ്യത്യാസം 2. 30 കൊണ്ട് ഗുണിച്ചു. എത്ര കിട്ടി? 60. ആദ്യത്തെ സംഖ്യ വലുതോ ചെറുതോ? ആദ്യത്തെ സംഖ്യ ചെറുതാണ്, അപ്പൊ മൈനസ് ചെയ്യണം. ഏതാ? 30ന്റെ പകുതി, മിനിറ്റിന്റെ പകുതി, അപ്പൊ 45. അപ്പൊ ഈ മെത്തേഡ് ക്ലിയർ ആണല്ലോ. ഇത് ഇത്രയേ ഉള്ളൂ, ഫോർമുലയുടെ ആവശ്യമില്ല. ഇനി ഇത് എന്തിനെന്നറിയോ? ഇതിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ക്വസ്റ്റൻ ഉണ്ട്. മിനിറ്റും സെക്കൻഡും മണിക്കൂർ സെക്കൻഡും. അത് ഇതിന്റെ തുടർച്ചയാണ്. ഈ മെത്തേഡിൽ വന്നാൽ അതൊന്നും ഒരു മാറ്റവും വരുത്താതെ പഠിച്ചങ്ങ് പോവാം. ഉറപ്പാണല്ലോ? ഉറപ്പാണല്ലോ. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സമയം 6:20. നമ്മൾ പഠിച്ച റൂൾ മനസ്സിൽ ചെയ്യാവുന്നതാ. മണിക്കൂറിനെ സൂചിപ്പിച്ച സംഖ്യ
6. 20 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ സംഖ്യ 20 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ സംഖ്യ 4. മണിക്കൂറിനെയും മിനിറ്റിനെയും ഒരേ സംഖ്യ സൂചിപ്പിക്കുന്നോ അല്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന്റെ വ്യത്യാസം എടുക്കണം. 6ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 2. വ്യത്യാസത്തെ 30 കൊണ്ട് ഗുണിച്ചു. 2 ഗുണം 30 60. ഇതിൽ ആദ്യത്തെ സംഖ്യ വലുതാണെങ്കിൽ പ്ലസ്, ചെറുതാണെങ്കിൽ മൈനസ്. ആദ്യത്തെ സംഖ്യ വലുതല്ലേ? ആദ്യത്തത് 6, രണ്ടാമത്തെ 4. എന്ത് പ്ലസ് ചെയ്യും? മിനിറ്റിന്റെ പകുതി. 20ന്റെ പകുതി 10 പ്ലസ് ചെയ്യും. നമ്മുടെ ഉത്തരം 70 ഡിഗ്രി. സമയം 6:20. മണിക്കൂറിനെ സൂചിപ്പിച്ച സംഖ്യ 6, 20 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ സംഖ്യ 4. ആദ്യം ഇവയുടെ വ്യത്യാസം എടുത്തു. 6ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 2. അതിനെ 30 കൊണ്ട് ഗുണിച്ചു. 2 ഗുണം 30 60. അത് ഇത് മിനിറ്റിന്റെ പകുതി പ്ലസോ മൈനസോ ചെയ്യണമെന്ന് മാത്രം നോക്കുക. അതിൽ ആദ്യത്തെ സംഖ്യ വലുതെങ്കിൽ എന്ത് ചെയ്യും? പ്ലസ് ചെയ്യും. തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ഓക്കെ ആണല്ലേ? ഉറപ്പാണല്ല? തെറ്റിക്കില്ലല്ല? നോക്കൂ, സമയം 8:30. സമയം 8:30. മണിക്കൂറിനെ സൂചിപ്പിച്ച സംഖ്യ 8, 30 മിനിറ്റിനെ സൂചിപ്പിച്ച സംഖ്യ 6. ആദ്യം വ്യത്യാസം എടുക്കണം. വ്യത്യാസം എന്താ? 2. അതിനെ 30 കൊണ്ട് ഗുണിച്ചു. 2 ഗുണം 30 60. ഉറപ്പായില്ലേ? ഇപ്പം ഇതിൽ ആദ്യത്തെ സംഖ്യ വലുത്, അതിനാൽ പ്ലസ് ചെയ്യണം. ആരെ പ്ലസ് ചെയ്യണം? മിനിറ്റിന്റെ പകുതി 8 30, 30ന്റെ പകുതി 15, 60നോട് 15 കൂട്ടി. നമ്മുടെ ഉത്തരം 75 ഡിഗ്രി. അപ്പൊ സമയം 8:30. മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 8, 30 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ സംഖ്യ 6. ആദ്യം ഇവയുടെ ഡിഫറൻസ് എടുത്തു, വ്യത്യാസം എടുത്തു. വ്യത്യാസത്തെ എന്ത് ചെയ്തു? 2നെ 30 കൊണ്ട് ഗുണിച്ചപ്പോൾ 60 കിട്ടി. ആദ്യത്തെ സംഖ്യ വലുതെങ്കിൽ മിനിറ്റിന്റെ പകുതി പ്ലസ്, തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. പഠിച്ചു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ടൈം 6:15. Find the angle between the minute and hour hand of a clock. സമയം 6:15 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ എന്താണ്? 6. ഓക്കെ അല്ലേ? 15 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യ എന്താണ്? 15 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 3 ആണ്. ആദ്യം എന്ത് ചെയ്യണം? ഇവയുടെ വ്യത്യാസം എടുക്കണം. എന്താ വ്യത്യാസം? 3. അതിനെ 30 കൊണ്ട് ഗുണിച്ചു. കറക്റ്റ് അല്ലേ? 3 ഗുണം 30 എത്ര? 3 ഗുണം 3 9 90. ഇനി ഈ സംഖ്യകളിൽ ആദ്യത്തെ സംഖ്യ വലുതെങ്കിൽ പ്ലസ് ചെയ്യണം, ചെറുതെങ്കിൽ മൈനസ്. ഇവിടെ വലുതല്ലേ? പ്ലസ്. ആരാ? മിനിറ്റിന്റെ പകുതി. 15ന്റെ പകുതി 7.5. 90 പ്ലസ് 7.5. നമ്മുടെ ഉത്തരം 97.5 ഡിഗ്രി. മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ, മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യ. ആദ്യം ഇവയുടെ വ്യത്യാസം എടുത്തു. വ്യത്യാസത്തെ എണ്ണം കൊണ്ട് എന്താണ്? ആദ്യം വ്യത്യാസത്തെ 30 കൊണ്ട് ഗുണിച്ചു. അതിനുശേഷം ആദ്യത്തെ സംഖ്യ വലുതാണെങ്കിൽ മിനിറ്റിന്റെ പകുതി പ്ലസ്, തിരിച്ചാണെങ്കിൽ മൈനസ്. ഇനി ആ കണ്ടീഷനിൽ ഡൗട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച മോഡൽ ഓർക്കുന്നുണ്ടോ? സമയം 3 മണി എങ്കിൽ 30 കൊണ്ട് ഗുണിച്ചു. അടുത്തത് സമയം 3:15. മണിക്കൂറിനെയും മിനിറ്റിനെയും ഒരേ സംഖ്യ സൂചിപ്പിച്ചു. കോണളവ് മിനിറ്റിന്റെ പകുതി. ഉത്തരം 7.5 ഡിഗ്രി. ഇനി മൂന്നാമത് എന്ത് പഠിച്ചു? ഈ മോഡൽ എന്താണ്? മണിക്കൂറിനെയും മിനിറ്റിനെയും സൂചിപ്പിക്കുന്ന സംഖ്യ എടുത്തു, അത് തുല്യമല്ല. അപ്പോൾ നമ്മൾ അതിന്റെ ഡിഫറൻസ് എടുത്തു, വ്യത്യാസം. അതിനെ 30 കൊണ്ട് ഗുണിച്ചു. ക്ലിയർ അല്ലേ? അതിൽ ആദ്യത്തെ സംഖ്യ വലുതാണെങ്കിൽ മിനിറ്റിന്റെ പകുതി പ്ലസ്, തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. Find the angle between the minute and hour hand of a clock when the time is 12:15. സമയം 12:15. ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ്. അപ്പൊ 12 തുടങ്ങുന്ന സമയത്തെ മിനിറ്റ് ഇൻറ്റു 11/2 എന്നും 5.5 അങ്ങനെ കണ്ടീഷൻ വൈസ് ഇതൊക്കെ പഠിക്കാം. കണ്ടീഷൻ വേണ്ട, നമുക്ക് ഒരേ കോൺസെപ്റ്റ് അങ്ങ് പോവാം. ഇവിടെ മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ എത്ര? 12. 15 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യ എത്ര? 3. അപ്പൊ മണിക്കൂറിനെ സൂചിപ്പിച്ച സംഖ്യ 12, മിനിറ്റിനെ സൂചിപ്പിച്ച സംഖ്യ എത്ര? 3. ആദ്യം ഇതിന്റെ വ്യത്യാസം എടുത്തു, തുല്യമല്ലാത്തതുകൊണ്ട്. ശരിയല്ലേ? വ്യത്യാസം എത്ര? 9. അതിനെ 30 കൊണ്ട് ഗുണിച്ചു. 9 ഗുണം 30 3 9 27 270. ഇതിൽ ആദ്യത്തെ സംഖ്യ വലുതാണ്, അപ്പോൾ പ്ലസ് ചെയ്യണം. ആരാ പ്ലസ് ചെയ്യണം? 15ന്റെ പകുതി 7.5 പ്ലസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഉത്തരം 277.5 ഡിഗ്രി. അപ്പൊ സമയം 12:15 കോണളവ് എന്തെന്ന് ചോദിച്ചാൽ 277.5. നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ അതില്ല, അപ്പൊ നണ്ണ് കിടക്കുന്നുണ്ട്.
പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു സമയത്തിന് രണ്ട് കോണുകളുണ്ട്. ഇവിടെ നമുക്ക് കിട്ടിയ കോണിന്റെ പേരെന്താ? റിഫ്ലക്സ് കോൺ. അതായത് 277.5 എന്ന് പറഞ്ഞാൽ 180നേക്കാൾ വലുതാണ്. 180നേക്കാൾ വലുതാണോ അതിന്റെ പേര് റിഫ്ലക്സ് കോൺ എന്നാണ് അല്ലെ. അപ്പൊ മറ്റേ കോണ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 360 മൈനസ് ചെയ്യണം. 360 277.5 നമ്മൾ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നമുക്ക് കുറയ്ക്കുന്നതിന് പകരം കൂട്ടാം. ഇവിടെ നിന്ന് 2.5 എടുത്ത് വെച്ചാൽ 280, 22.5, 60, 82.5 ഡിഗ്രി. ഉറപ്പല്ലേ? അപ്പൊ സമയം 12:15 കോണളവ് ഒരെണ്ണം 82.5 ഡിഗ്രിയും മറ്റൊരെണ്ണം 277.5 എന്ന് തന്നെ പഠിക്കുക. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് 360. ഇതിൽ റിഫ്ലക്സ് കോൺ എന്തെന്ന് ചോദിച്ചാൽ 277.5. നമ്മൾ ചെയ്തു വന്ന പാറ്റേണിൽ ആദ്യം കിട്ടിയത് റിഫ്ലക്സ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് മറ്റേത് കാണാൻ എന്ത് ചെയ്യണം? നമ്മൾ 360 കുറയ്ക്കണം. അപ്പൊ 360 മൈനസ് 277.5. ദെൻ ഇവിടെ ഒരു 0 കൊടുത്തൊക്കെയാണ് ഡയറക്റ്റ് മെത്തേഡ് മൈനസ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് മൈനസിനേക്കാൾ എളുപ്പം പ്ലസ് എന്നാ. അപ്പോൾ 277 അര, ഒരു അര കൂടെ എടുത്താൽ 278, ഒരു 2 കൂടെ എടുത്താൽ 280, അപ്പൊ 2.5 ആയ 280, പിന്നെ 20 കൂടെ എടുത്താൽ 300, അപ്പൊ 22.5, പിന്നെ ഒരു 360 ആവാം 60, 22.5 82.5. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളത് ശീലിച്ചാൽ മാത്രം മതി. ഉറപ്പല്ലേ? അപ്പൊ സമയം 12:15 കോണളവ് തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം 82.5. എന്നാൽ സമയം 12:15 റിഫ്ലക്സ് കോൺ എന്തെന്നാണ് ചോദ്യമായിരുന്നെങ്കിൽ ഉത്തരം 277.5. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയണം, ഡിഗ്രി പരീക്ഷയുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സമയം 10:10 കോണളവ്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ആൻഡ് അവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് വെൻ ദ ടൈം ഈസ് 10:10. സമയം 10:10. മണിക്കൂറിനെ സൂചിപ്പിച്ച സംഖ്യ 10, മിനിറ്റിനെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ സംഖ്യ 2, മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 10, 10 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ സംഖ്യ എത്ര? 2. ആദ്യം നമ്മൾ ഇതിന്റെ വ്യത്യാസം എടുക്കണം. 10ന്റെയും 2ന്റെയും വ്യത്യാസം എത്ര? 8. അതിനെ 30 കൊണ്ട് ഗുണിക്കും. 8 ഗുണം 3 24. ഉത്തരം 240. ക്ലിയർ അല്ലേ? ഇതിൽ ആദ്യത്തെ സംഖ്യ വലുതാണ്, അതിനാൽ പ്ലസ് ചെയ്യുന്നു. 10ന്റെ പകുതി 5. നമ്മുടെ ഉത്തരം 245 ഡിഗ്രി. എന്താണ് 245 ഡിഗ്രി? സമയം 10:10 കോണളവ്. 10:10 എന്ത് കോണാ നമുക്ക് ലഭിച്ചേ? റിഫ്ലക്സ് കോണ. അപ്പൊ മറ്റു ചെറിയ കോണ് കാണാൻ നമ്മൾ 360 കുറയ്ക്കണം. 360 മൈനസ് 245. ഇവിടെ എത്ര കിട്ടി? 60 245. ദെൻ ഇവിടെ 245നോട് ഒരു 5 എടുത്ത് വെച്ചാൽ 250 ശരിയല്ലേ? 250 പിന്നെ 50 60 100, അപ്പം 115 ഡിഗ്രി. ഇനി നമ്മൾ കുറച്ച 0ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പുറത്തുനിന്നൊരു വാല്യൂ എടുത്തു. 10, 10ൽ നിന്ന് 5 കുറച്ച 5, പിന്നെ ഇവിടെ 5, 5ൽ നിന്ന് 4 കുറച്ച 1, 3ൽ നിന്ന്. അത് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യും. ഉറപ്പല്ലേ? അപ്പൊ സമയം 10:10 LD ക്ലർക്ക് തിരുവനന്തപുരം ജില്ല 2011 ഉൾപ്പെടെ വിവിധ പരീക്ഷകൾക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ ക്ലിയർ ആണല്ലോ? ഇനി കോണളവ് ഓക്കെ ആണല്ലോ?